ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരുടെയും കമൻസുകൾ ഭഗവാനിൽ അർപ്പിച്ചു. സന്തോഷം മക്കളെ. എല്ലാവർക്കും എന്താ പറയുക, ഉള്ള അറിവനുസരിച്ച് ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്നത് പോലെ പറയുന്നത് എല്ലാവർക്കും സന്തോഷമാണെന്ന് അറിഞ്ഞാൽ വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. നമുക്ക് സ്തുതിക്കാം ആദ്യമേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ഭഗവാൻ എപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് 20ാമത്തെ ദിവസം, കർക്കിടകം 20, സുന്ദരകാന്ഡമാണ്. അല്പം പാടുള്ള ഭാഗമായത്. ഓരോ അക്ഷരങ്ങളും ഒന്ന് തെറ്റി എങ്ങോട്ടും മറിഞ്ഞു തിരിഞ്ഞു പോയാൽ സർവ്വതും തെറ്റുന്നൊരു സമയമാണ്. നമുക്കങ്ങനെ വായിച്ച ശീലവുമില്ല. നമുക്ക് ഉള്ളതുപോലെ വായിക്കാം മക്കളെ. നമുക്ക് ഭഗവാനോട് പറയാം, അറിഞ്ഞൂടാ ഭഗവാനെ ഇങ്ങനെയൊക്കെ നോക്കൂ. ഭഗവാൻ എന്ന നല്ല സ്നേഹമാണ്. ഒരിക്കലും നമുക്ക് അത്രത്തോളം ആഗ്രഹമുണ്ടല്ലോ, അതാണ് ഭഗവാൻ നോക്കുന്നത്. അല്ലാതെ ഇവിടെ തെറ്റാണെന്നുള്ള ഒരു ചിന്തയും ഭഗവാൻ നമ്മളോടൊന്നും, നമുക്കിത് ചൊല്ലാനുള്ളൊരു വെപ്രാളമുണ്ട്, അതാണ് ഭഗവാൻ നോക്കുന്നത്. നമുക്കങ്ങനെ ചൊല്ലാം. സകല ശുഖകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരാ. ഭഗവാന്റെ കഥകൾ കേട്ടാൽ മതി വരുന്നില്ല, ഇനിയും കേൾക്കണം എനിക്ക്. എന്നോട് പറയുക, ആരാ പറയുന്നേ? പാർവതീദേവി പരമേശ്വരനോട് പറയുക, ഇനിയും കേൾക്കണം ശ്രീരാമൻ്റെ കഥകൾ. കിളിമകളുടെ സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച അനന്തരം കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിയിടിനാൾ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുകയെന്നരുളി ചെയ്തു. ഹിമ ശിഖരിച്ച പാർവതീദേവിയാണ്. ഭഗവാൻ ഗംഗാധരൻ പരമേശ്വരൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ പറയുക, ലവണ ജലധിധി ശതക യോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചൊല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിന യുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോട് അമിത ബല സഹിതം ഉര ചെയ്തിതു കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹം അതിചപല അമ്പരേ മാനേന പോകുന്നിതാശരേശാലയെ അജ തനയ ശരസമ അധിക സാഹസാലദ്ദൈവ പശ്യാമി രാമപത്നീമഹം. അജ തനയ ദശരഥ മഹാരാജാവിൻ്റെ പിതാവാണ് അജ. ആ അജ തനയ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകനായ ദശരഥൻ, അതിൻ്റെ മകൻ ശ്രീരാമൻ. അത് അജ തനയ അജൻ്റെ കൊച്ചുമകൻ.
അഖില ജഗദധിപനോട് വിരവോട് അറിയിപ്പനിങ്ങാദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരന അകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണജലനിധിയെ വിരവോടു കടക്കും അജന്മനാക്കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതി രഘുപതി അനാരദം തദനു മമ ഹൃദി സപതി രഘുപതി അനാരദം തസ്യാങ്കുലീയവും ഉണ്ടു ശിരസിമേ കിമപി നഹി ഭയം ഉദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയാകേതുമേ ഇതി പവന തനയനുര ചെയ്തു വാലും നിജമേറ്റം ഉയർത്തിപ്പരത്തി കരങ്ങളും അതിവിപുല ഗളതലവും ആർജവമാക്കി നിന്നാകഞ്ചിതാംക്രിയാം ഊർധ നയനനായി ദശവദനപുരിയിൽ നിജഹൃദയം ഉറപ്പിച്ചു ദക്ഷിണദിക്കു ആലോക്യ ചാടിയിടിനാൻ. ഹനുമാൻ വാലും ഉയർത്തി കരങ്ങളൊക്കെ പരത്തി അങ്ങനെ പോകാനുള്ള ഹൃദയമൊക്കെ ഉറപ്പിച്ച് ദക്ഷിണ ദിക്ക് നോക്കി ചാടുവാണ്. അപ്പം മാർഗവിഘ്നം വരുത്തുന്നത് സുരസ. ലങ്കയിലേക്ക് പോകാനുള്ള വഴി ഇങ്ങനെ തുടങ്ങിയപ്പോൾ അവിടെ വഴി തടസ്സം ചെയ്യുക. പതക പതിരിവ പവന സുതനഥ വിഹായസ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ. സൂര്യൻ്റെ ആഭയോട് രീതിയിൽ ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെയാ ഹനുമാൻ. അമര സമുദയം അനില തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയോട് പവന സുത സുഖഗതി മുടക്കുവാൻ. സന്തോഷമായിട്ട് സുഖഗതി നല്ല വഴി ഇങ്ങനെ പോകുമ്പോൾ മുടക്കാനായിട്ട് ഈ സുരസ തൂർണം നടന്നിതു നാഗജനനിയും. ഈ സുരസയെ നാഗജനി എന്ന് പറയാം. ത്വരിതം അനിലജ അതിബലങ്ങൾ അറിഞ്ഞ് അതിസൂക്ഷ്മ ദൃശ വരികെന്ന് അത് കേട്ടവൾ ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധോ മേവിനാൾ. ഇത് പവനൻ്റെ, അതായത് ഹനുമാൻ്റെ എത്രത്തോളം ബലമുണ്ട്, ശക്തിയുണ്ടെന്ന് അറിയിക്കാൻ ഒരു പരീക്ഷണം നടത്താനാണ് ഇവിടെ സുരസയെ പറഞ്ഞു വിട്ടേക്കുക. ഇദ്ദേഹത്തിന് അവിടെ ലങ്കയിൽ ചെല്ലാനുള്ള ശക്തി ഇങ്ങനെ ഉണ്ടോ, പോകാനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി അതാണ് സുരസയോട് പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നതു നാഗജനനിയും. ത്വരിതം അനിലജ ആദിബലങ്ങൾ അറിഞ്ഞ് അതിസൂക്ഷ്മ ദൃശ വരികെന്ന് അത് കേട്ടിട്ടാണ്. ഇത് ഹനുമാന്റെ ബലങ്ങളും ശക്തി അറിഞ്ഞിട്ട് ചെല്ലാനായിട്ട് ഈ സുരസയെ പറഞ്ഞു വിട്ടതാണ്. ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധോ മേവിന. കാരണം ഗർവത്തോടി ഹനുമാൻ അറിയാത്തവണ്ണാണ് വന്നേക്കുന്നത്. ഹനുമാൻ അറിഞ്ഞിട്ടല്ല, അവര് ദേവന്മാരിങ്ങനെ പറഞ്ഞു വിടുന്നതാണ്. അതാണ് ഗൗരവത്തോട് തന്നെ ആളറിയാത്ത രീതിയിൽ സുരസ വന്നേക്കുന്നത്. കഠിനതരം അലറി അവൾ അവനോട് ഉര ചെയ്തതു. ഹനുമാനോട് പറയുന്നു, അലറി പറയുന്നു, കണ്ടീലയോ ഭവാൻ എന്നെ കപിവര, എന്നെ കണ്ടില്ലേ കപിവര. ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിനു മാം കൽപ്പിച്ചത് ഈശ്വരൻ. എന്നെ ഇവിടെ ഈശ്വരൻ കൽപ്പിച്ചു വെച്ചേക്ക. ഇതിലെ ഭയമില്ലാതെ നടക്കുന്നവരെ എനിക്ക് ഭക്ഷിക്കാൻ, എനിക്ക് ആഹാരത്തിനായിട്ട് അതിനുവേണ്ടി ഇവിടെ ഞാൻ നിൽക്കുകയാണ്. എന്നെ നീ കണ്ടില്ലേ. വിധി വിഹിത അശനമിതു നൂനം അദ്യ ത്വയാ വീര. വിശപ്പ് എനിക്ക് ഏറ്റമുണ്ടോർക്ക നീ. എനിക്ക് അത്രയ്ക്ക് വിശപ്പുണ്ട്, നിന്നെ എനിക്ക് കഴിക്കണം, വിശക്കുന്നു. മമവദന കുഹരം, അതിൽ വിരവിനോട് പോവുക നീ. എൻ്റെ വായിൽ കൂടി വയറ്റിലേക്ക് വെക്കം തന്നെ പോവുക. മറ്റൊന്ന് ഓർത്ത് കാലം കളയായിടോ. സരസമിതി രഭസതരമ തനു സുര സാഗിരം സാഹസാൽ കേട്ടു അനിലാത്മജനം ചൊല്ലി. ഞാൻ അപ്പോൾ പറയുന്നു ഹനുമാൻ, അഖില ജഗദധിപന അമര ഗുരു ശാസനാലാശു സീത അന്വേഷണത്തിന് പോകുന്നു. ഞാനിങ്ങനെ ഗുരുശാസന പ്രകാരം, എൻ്റെ ഗുരുവിൻ്റെ, അതായത് സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഞാനിങ്ങനെ പോവുകയാണ് സീതയെ അന്വേഷിക്കാൻ. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്ന് കണ്ടദ്യവാശോവാ. വരുന്നതുമുണ്ട്, ഞാൻ ചെന്ന് കണ്ടിട്ട് ഞാൻ ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. വിശക്കുന്നതിന് എന്നെ കഴിച്ചോളൂ, അന്നേരം ഞാൻ പോയിട്ട് വരട്ടെ. ജനക നരപതി ദുഹൃത് ചരിതം അഖിലം ദ്രുതം ചെന്ന് രഘുപതിയോട് അറിയിച്ചു ഞാൻ. തവ വദനകുഹരം അതിൽ അപഗത ഭയാകുലം. താല്പര്യം ഉൾക്കൊണ്ടുവന്ന് പൊക്കിയിടുവാൻ ഞാൻ ഒരു ഭയവും കൂടാതെ തിരിച്ചു വന്ന് വിവരങ്ങളെല്ലാം രഘുപതിയെ അറിയിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് നിങ്ങൾക്ക് വിശപ്പടക്കാം.
താല്പര്യം ഉൾക്കൊണ്ട് വന്ന് ഞാൻ പുക്കിയിടുവാൻ നിങ്ങളുടെ വിശപ്പടക്കാം. അനൃതം അകതള്ളിരിൽ ഒരു പൊഴുതും അറിവീലഹം ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തതിന് കപികുല വരനോട് അവൾ ഉര ചെയ്തിതു ദാഹവും ശുദ്ധം പൊറുക്കരുതേതുമേ. എനിക്ക് അത്രത്തോളം വിശപ്പും ദാഹവും ഉണ്ട്, അതെനിക്ക് സഹിക്കാൻ വയ്യ. മനസ്സി തവ സുദൃഢം യതി സപതി സാദരം വാ പിളർന്നിടന്ന് മാരുതി ചൊല്ല. എങ്കിൽ നീ വാ പിളർക്കൂ, ഞാൻ നിന്റെ വായ്ക്കകത്തൂടെ വയറ്റിലേക്ക് ചെല്ലാം. അതിവിപുലം ഉടലും ഒരു യോജനായമായി ആശോകം നന്ദനൻ നിന്നതു കണ്ടവൾ. ഒരു യോജന അത്ര വലുപ്പത്തിൽ വിസ്തൃതത്തിൽ വന്നെങ്കിൽ അപ്പോൾ വായ്ക്കകത്ത് കടക്കാത്ത രീതിയിലായി പിന്നെ നമുക്ക് വിഴുങ്ങാൻ പറ്റൂലല്ലോ. ഒരു യോജനായമായി ആശുകം നന്ദനൻ ഹനുമാൻ ഇങ്ങനെ ഒരു യോജന വിസ്തൃതമായിട്ടാണ് അവിടെ വായ്ക്ക് കൊള്ളാത്തവണ്ണം വലിപ്പമായി അങ്ങനെ തിന്നപ്പോൾ. അപ്പോൾ ഈ തങ്ങൾ ഇരു കൂട്ടരും മാറി മാറി വലിപ്പം ഉണ്ടാക്കും. അതിനി വായിച്ചങ്ങ് പോകാം. അതിലധിക തരവദന വിവരം ഉടൻ ആകുലം അത്ഭുതമായ 5 യോജന വിസ്തൃതം. അപ്പം ആ സ്ത്രീ എന്ത് ചെയ്ത് ഹനുമാൻ ഒരു യോജനയാക്കിയപ്പം അവക്കുള്ള വാ ഒത്തിരി വലുതാക്കാൻ 5 യോജന വിസ്തൃതമാക്കി. അപ്പം നിസ്സാരമായിട്ട് ഹനുമാൻ കയറി പോവാമല്ലോ. ഇങ്ങനെ പവന തനയനും അതിന് ഝടുതി ദശയോജന, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് 10 യോജന വലുതാക്കി ഹനുമാൻ. പരമിതി കലർന്ന് കാണായോരനന്തരം നിജ മനസ്സി ഗുരു കുതുകമോട് സരസയും തഥാ നിന്നാൾ 20 യോജന വായുമായി. വാ കൊണ്ട് 20 യോജന ആ സ്ത്രീ സുരസ വളർന്നു. മുഖ കുഹരം അതിവിപുലമിതി കരുതി മാരുതി എന്ത് ചെയ്ത് 30 യോജന വണ്ണമായി മേവിന 30 യോജന വലിപ്പമാക്കി. എന്നിട്ടോ അലമലം ഇത് യമമല അരുത് ജയം ആർക്കുമെന്ന് 50 യോജന വാ പിടർന്നിടുക. അത് അപ്പോഴെന്തെന്ന് അലമലം ഇതായ അമലൻ അരുത് ജയം ആർക്കാണെന്ന് 50 യോജന ചെയ്ത്. അത് പൊഴുത് പവനസുതൻ അതി കൃഷ ശരീരനായ അങ്കുഷ്ട തുല്യനായ ഉൾപ്പൂക്കു അരുളിനായ. അപ്പോൾ എന്തെന്ന് ഹനുമാൻ കുഞ്ഞായി, ഒരു കുച്ചൊരു വിരലൻ, ഒരു തള്ള വിരലിന് അത്ര കൃഷ ശരീരം കുഞ്ഞായി. അതിപ്പോൾ എന്താണെന്നറിയാമോ, 50 യോജന നിൽക്കുന്ന വായ്ക്കകത്ത് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത്രയും സ്ഥലം പതുക്കെയല്ലേ വാ അടയ്ക്കാൻ പറ്റൂ. ഹനുമാൻ പെട്ടെന്ന് കയറിയില്ല, കൊതുക് കയറിയിട്ട് ഇറങ്ങുന്ന പോലെ കയറി ഇറങ്ങാമല്ലോ. അങ്ങനെ ഹനുമാൻ പെട്ടെന്ന് കുഞ്ഞായി. അതുപോലെ പവനസുതൻ കൃഷ ശരീരനായി കുഞ്ഞായിട്ട് അങ്കുഷ്ട തുല്യം, അതായത് ഒരു പെരുവിരലിൻ്റെ നമ്മുടെ തള്ള വിരലില്ലേ അതിൻ്റെ വലിപ്പത്തിലങ്ങായി. അങ്കുഷ്ട തുല്യനായി ഉൾപ്പുക്ക അരുളിനാൻ തതനു ലഘുതരം അവന് ഉരുതര തപോബലാൽ തത്ര പുറപ്പെട്ടു ചൊല്ലിനാൻ. പെട്ടെന്ന് തന്നെ കേട്ട് പുറത്തേക്ക് ഒക്കെ ചാടി. ശൃണു സുമുഖി. അപ്പം മനസ്സിലായി ഇത് സാധാരണ സുരസ വെറും നിസാരക്കാരിയല്ല, ദേവിയെ പോലെ ശക്തിയുള്ള എന്തോ ദേവി അമ്മ മഹാമായ പോലെ ദേവിയാണെന്ന്. അപ്പോൾ ഈ ഹനുമാന് മനസ്സിലായി. സത്യത്തെ അതാണ് പറഞ്ഞു വിട്ടേക്കോ ഹനുമാൻ്റെ ശക്തി മനസ്സിലാക്കാൻ. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. അപ്പം ഹനുമാൻ സന്തോഷമായി പ്രാർത്ഥിക്കുക ദേവി. ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിക ചരണ സരസജ യുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. അങ്ങനെ ഹനുമാന് മനസ്സിലായത് സാക്ഷാൽ ദേവി ആണ്, അല്ലെങ്കിൽ ശക്തിയുള്ള എന്തോ പരമാത്മാവ് പറഞ്ഞു വിട്ടേക്കുന്നതാണെന്ന് മനസ്സിലായി. പ്ലവക പരിവൃഢ വചന നിശാമന ദശാന്തരെ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. ചിരിച്ച് സന്തോഷപ്പെട്ടപ്പോൾ സുരസ പറഞ്ഞു, വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാ വൃത്താന്ത ഉള്ളവണ്ണം മുത. വരിക, നിനക്ക് വിജയം സുഖത്തോടു കൂടി നീ പോയി വിജയിച്ചു വരൂ. വല്ലഭയെ സീതയെ കണ്ട് വൃത്താന്തമുള്ള ഉള്ളവണ്ണം മുത. രഘുപതിയോട് അഖിലം അറിയിക്കാത്തൽ കോപേന രക്ഷോഗണത്തെയും ഒക്കെ ഒടുക്കണം. രഘുപതിയോട് വിവരങ്ങളെല്ലാം സീതയെ കണ്ടിട്ട് വിവരങ്ങളെല്ലാം ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ട് കോപിച്ച് ഈ എന്താ പറയുക രാവണനെയൊക്കെ വധിക്കണം, ഒടുക്കണം ഈ ദേവി പറഞ്ഞു. 60 തവ ബല വിവേക വേഗാദികൾ ആതിഥേയന്മാരയച്ചു വന്നേനഹം. അതായത് ഇത് അറിയാൻ വേണ്ടി നിന്റെ ബലത്തിൻ്റെ വിവേകം അറിയാൻ വേണ്ടി ആതിഥേയന്മാർ എന്നെ അയച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് ആ ദേവി പറഞ്ഞു. എന്നെ ഇവിടേക്ക് അയച്ചതാണ് നിൻ്റെ ബലത്തെപ്പറ്റി മനസ്സിലാക്കാൻ. നിനക്ക് കഴിവുണ്ടോ, അവിടെ പോയി രാവണൻ്റെ ലങ്കയെ പോണെച്ചാൽ കഴിവുള്ളവർക്കല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിനക്കുള്ള കഴിവുണ്ടെന്ന് അറിയാം, എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചതാണ്. ആതിഥേയന്മാർ എന്നെ അയച്ചതാണ്. നിജചരിതം അഖിലം അവൾ അവനോട് അറിയിച്ചു പോയി. നിർജ്ജല ലോകം ഗമിച്ചാൾ സുരസയും ഇതെല്ലാം പറഞ്ഞിട്ട് അവൾ എവിടെ പോയി, ദേവലോകത്തേക്ക് പോയി. ദേവലോകത്തുനിന്ന് ഹനുമാൻ്റെ വിവരം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്.
പവനസുതനഥ ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതെ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോട് ചൊല്ലിയിടിനാൻ. അപ്പം ജലനിധി ആരാ? സമുദ്രം. ഇങ്ങനെ പാരാവാരെ ഇങ്ങനെ ഗരുഡൻ പറക്കുന്ന പോലെ പോവുകയാണ്, സന്തോഷമായിട്ട് പോവുകയാ. സൂരസെ ദേവലോകത്തും പോയി ഇദ്ദേഹം നന്നായി പോയി വിവരങ്ങൾ അറിഞ്ഞിട്ട് ശ്രീരാമനെ അറിയിക്കൂ, എന്നിട്ട് അവൻ്റെ കുലം മൊത്തം മുടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പാരാവാരെ ഇങ്ങനെ ഗരുഡൻ്റെ തുല്യമായി പവനസുതനഥ ഗഗനപതി ഗരുഡ തുല്യനായി ഗരുഡനെ പോലെ പാഞ്ഞു പാരാവാരമീതെ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോട് ചൊല്ലിടിനാൻ. സമുദ്രമാണെന്ന് തോന്നുന്നു ജലനിധി. എന്താ പറയാ, ആരോട് പറയുന്നു? ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ. അതായത് ജലനിധി അചലവരനോടാണ്. അചല വെച്ചാൽ പർവ്വതം. സമുദ്രം പർവ്വതത്തിനോട് പറയുന്നു, കാരണം മറ്റാരും ഇല്ലല്ലോ സഹായിപ്പാൻ ഈ ഹനുമാനെ. അതുകൊണ്ട് സമുദ്രം പർവ്വതത്തിനോട് പറയുന്നു, ചെന്നു നീ സൽക്കരിക്കണം കവീന്ദ്രനെ. സാഗര നരപതി തനയരെ എന്നെ വളർക്കയാൽ. സാഗരമെന്നു ചൊല്ലുന്നതെല്ലാവരും. അങ്ങനെ സകര നരപതി തനയർ എന്നെ വളർക്കുന്നതുകൊണ്ട് എൻ്റെ പേര് സാഗരമെന്ന് ചൊല്ലുന്നതെല്ലാവരും. തദഭിജന ഭവൻ അറിയ രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ. ഇടയിൽ ഒരു പതനം അവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം. അതുകൊണ്ട് ചെന്ന് അവന് ക്ഷീണം ഉണ്ടാകാതിരിക്കും, അവൻ്റെ ക്ഷീണം മാറ്റണം. അത് അങ്ങനെ പറഞ്ഞു വിട്ട് ഈ സമുദ്രം പർവ്വതത്തിനോട് പറയുന്നു. അപ്പോൾ എങ്ങനെ വന്നു? ക്ഷീണം മാറ്റി തളർച്ച മാറ്റണം ഹനുമാൻ്റെ. അതുകൊണ്ട് പർവ്വതത്തിനോട് പറഞ്ഞു, സമുദ്രം പറഞ്ഞു, പർവ്വതത്തിനോട് പറഞ്ഞു. അപ്പോൾ പർവ്വതം എങ്ങനെ? മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ച് ചൊല്ലിയിടിനാൻ. അത് പർവ്വതത്തിനകത്തൊരു മൈനാകം എന്ന് പറഞ്ഞ പക്ഷിയാണെന്ന് തോന്നുന്നു. അത് മനുഷ്യവേഷം ധരിച്ച് ഹനുമാൻ അടുക്കലേക്ക് വന്നു. ഹിമശിഖരി തനയനഹം അറിയ കപവീര, നീ എന്മേൽ ഇരുന്ന് തളർച്ചയും തീർക്കടോ. മൈനാകം പറഞ്ഞു, മനുഷ്യരൂപത്തിലൊന്ന് പറഞ്ഞു, നിന്റെ ക്ഷീണം മാറ്റൂ, എൻ്റെ ശരീരത്തിൽ എൻ്റെ മെയ്മേൽ എൻ്റെ ദേഹത്ത് ഇരുന്ന് തളർച്ച തീർക്കൂ. സലിലനിധി സരഭസം അയക്കയാൽ വന്നു ഞാൻ, സാധവും ദാഹവും തീർത്ത് പൊയ്ക്കൊള്ളുകടോ. എന്നെ ഇവിടെ പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് സാധവും നിന്റെ ക്ഷീണവും ദാഹമൊക്കെ തീർത്തിട്ട് പോയിക്കൊള്ളൂ. അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്ര പക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക. നീ ഇതൊക്കെ കഴിച്ച് പക്വങ്ങളെല്ലാം കഴിച്ചിട്ട് നീ പോയിക്കൊള്ളൂ. അലമലം ഇതരുതരുത് രാമകാര്യാർത്ഥമായി ആശു പോകും ഇത് പാർക്കരുതെങ്കും. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, വേണ്ട, അത് പാടില്ല. ഒരു കാര്യത്തിന് പോകുമ്പോൾ എങ്ങും ഇങ്ങനെ പാർക്കാൻ ഇങ്ങനെ മാറിയിരിക്കാൻ പാടില്ല. പോകുന്ന കാര്യം സാധിക്കട്ടെ, അതുകൊണ്ട് എനിക്ക് ഇത് പാടില്ല. ഇങ്ങനെ ക്ഷീണം തീർക്കാനൊന്നും ഇടയ്ക്ക് കയറി ഇരുന്നുകൂടാ. പെരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്യുന്നതും, അതായത് അശനം കഴിക്കുക, ശയനം കിടക്കുക, ക്ഷീണം തീർക്കാൻ കിടക്കുക, അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നതും പേർത്ത് മറ്റൊന്ന് ഭാവിക്കുക എന്നുള്ളതും അനുചിതം. അത് അറിയുക, ഇത് ശരിയല്ല. രഘുകുല തിലക കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞ ഒന്നുമേ അരുത്, അത് പാടില്ല. ഭഗവാന്റെ ഈ കാര്യത്തിന് വേണ്ടി പോകുന്നതിന് ഇടയ്ക്ക് വിശ്രമം പാടില്ല. ഈ പോകുന്ന കാര്യം നേടിയിട്ട് മതി എന്ന്. വിഗതഭയം ഇനി വിരവൊടിന്ന് ഞാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ വിഗതഭയം ഇനി വിരവൊടിന്ന് ഞാൻ പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ പോകുന്നു. ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേ നഖം. ഞാൻ ആ സൽക്കാരം പരിഗ്രഹിച്ച് ഞാൻ കഴിച്ചതുപോലെ തന്നെ. സന്തോഷമല്ലേ ഒരാളത് പറയുമ്പം ധിക്കരിച്ച് പോയെന്നുകൊണ്ട് അത് ഞാൻ കഴിച്ചതുപോലെ തന്നെയാണ്. പവനസുതനും ഇവയും ഉര ചെയ്ത് തൻ കൈകളാൽ ഇങ്ങനെ പറഞ്ഞു. പവനസുത വെച്ചാൽ ഹനുമാൻ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. ഈ മൈനാകത്തെ പർവ്വതമാണ് മൈനാകാട്ട് വന്നേക്കുന്നത്. അപ്പോൾ അത് ഹനുമാൻ എന്ത് ചെയ്ത് മൈനാകത്തെ സന്തോഷത്തോടെ തലോടി. പുനരവനും അനില സമം ഉഴറി നടകൊണ്ടിതു പുണ്യ ജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ. രാക്ഷസ രാജധാനിയിലേക്ക് സംഭ്രമ അദ്ദേഹം പോയി ഹനുമാൻ. തതനു ജലനിധിയിൽ ആദിഗംഭീര ദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹണിയും. അപ്പോൾ അടുത്തത് ഛായാഗ്രഹണി, നിഴലിനെ പിടിച്ചു നിർത്തി ഭക്ഷിക്കുന്നവൾ. അതൊരു ഭയങ്കരിയാണ്. അതും ഇദ്ദേഹത്തിനെ പിടികൂടുവാണ്. അങ്ങനെ തതനു ജലനിധിയിൽ അതിഗംഭീര ദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹണിയും. സരിത അധിപനുപരി പരിചോട് പോകുന്നവൻ തൻ നിഴൽ ആശ പിടിച്ച് നിർത്തിയിടിനാൾ. അങ്ങനെ പറന്നിങ്ങനെ പോകുമ്പം നിഴൽ കണ്ടുപിടിച്ചങ്ങ് നിർത്തുക ഹനുമാന്. അത് പൊഴുതു മമ ഗതി മുടക്കിയത് ആരെന്ന് അന്തരാ പാർത്ത് കീഴ്പോട്ട് നോക്കിയിടുന്ന എന്നെ ആരാ ഇങ്ങനെ പിടിച്ച് നിർത്തിയത്. നിഴലിനെ പിടിക്കുമ്പം ഹനുമാൻ നിൽക്കും, അത്ര ഭയങ്കരിയാണ്.
ഈ ഗ്രഹണി, ഛായാഗ്രഹണി. അപ്പോൾ എന്നെ ഇത് ആരാ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കി ഹനുമാൻ. നോക്കിയപ്പോൾ എന്താ, അത് വിപുലതര ഭയകരാങ്കിയെ കണ്ട് അളവ് അംഘ്രിപാതേനെ കൊന്നിടാൻ തൽക്ഷണി. അപ്പോൾ എന്തോ വിപുലതര ഭയകരാങ്കിയാണ് ഇവള്. അപ്പം ഹനുമാൻ എന്ത് ചെയ്ത്, അംഘ്രിപാതനെ അവളെ കൊന്ന്. നിഴൽ അത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീശയാം സിംഹികയെ കൊന്ന്. സിംഹിക എന്ന ആ ഗൃഹിണിയുടെ പേര്, സിംഹിക. ഈ നിഴൽ പോകുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് നിഴലുണ്ട്. ഹനുമാൻ മുകളിൽ കൂടെ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ഹനുമാനെ നിഴലിനെ കണ്ട് പിടിച്ചു നിർത്തി ഭക്ഷിക്കും. അതാണ് അവൾക്കുള്ള ശക്തി. അപ്പോൾ അങ്ങനെ നിർത്തിക്കൊന്ന് തിന്നുന്ന അവളെ എന്ത് ചെയ്യും, നീചയായിട്ട് സിംഹിയെ കൊന്ന്, ഹനുമാൻ ചവിട്ടി കൊന്നു, അംഘ്രിപാതേനെ കൊന്ന്. ദശവദനപുരിയിൽ വിരവോട് പോയിടുവാൻ, പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ദശവദനപുരിയിൽ വിരവോട് പോയിടുവാൻ ദക്ഷിണദിക്ക് നോക്കി കുതിച്ചിടനേൻ. ശരമഗിരി ശിരസി വിരവിയും പ്രവേശിച്ചതു ചാരു ലങ്കാ ഗോപുരാഗ്രിയ കവീന്ദ്രനും. കാരണം ആദിത്യൻ അസ്തമിക്കാൻ പോകുന്നതിനാണ് അത് പറയുന്നത്. ശരമഗിരി വെച്ചാൽ ആദിത്യൻ അസ്തമിക്കുന്നത് മരിക്കുക എന്ന് പറയാം, ചരമെന്ന് പറയും. ഉദിക്കുമ്പോൾ ജനിക്കുക, അസ്തമിക്കുമ്പോൾ മരിക്കുക, അതിനാ അങ്ങനെ പറയുന്നത്. ചരമഗിരി ശിരസി രവി ആദിത്യൻ പ്രവേശിച്ചതു. ഇത് ഓരോ അക്ഷരം പറയുമ്പോൾ സമയം ഒരുപാട് എടുക്കും, ഞാൻ ഈ പറയാതെ പോകാം. ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണ വാരധി മധ്യേ മനോഹരം ബഹുല ഫലകുസുമദലയുധ വിടവി സങ്കുലം വല്ലി കുലാവൃതം പക്ഷി മൃഗാനിതം മണികനകമയ അമരപുര സദൃശം അമ്പുധി. അതായത് മണികനകമയ അമരപുരം, അത്രമാത്രം ആണ് ഈ അമരപുരച്ച ദേവന്മാരുടെ പുരത്തിനേക്കാളും സദൃശം. അമ്പുതി മധ്യേ ത്രികുടാചലോ ഉപരി മാരുതി കമലമകൾ ചരിതം അറിവതിന് ചെന്നൻപോട് കണ്ടതു ലങ്കാ നഗരം നിരുപമം കനക വിരചിത മതിൽ കിടങ്ങും പലതരം. ഒത്തിരി സ്വർണ്ണ മതിലുകളൊക്കെയാണ്, വിവരിക്കാൻ നമുക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. കനക വിരചിത മതിൽ കിടങ്ങും പലതരം കണ്ട് കടപ്പാൻ പണി എന്നു മാനസി പരവശതയോട് ചടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശി തമസി നിശിചരപുരേ കൃശരൂപനായി. അദ്ദേഹം എന്ത്, രാത്രി ഇല്ല ഇരുട്ടാണ്, അന്നേരം ഇല്ല പവനനങ്ങ് സൂര്യനങ്ങ് അസ്തമിച്ചല്ലോ, അപ്പോൾ ഇരുട്ടായല്ലോ. നിശി രാത്രി, തമസി ഇരുട്ട്, രാത്രിയിലെ ഇരുട്ടിൽ എന്ത് ചെയ്യുന്നത്, നിശിചരപുരേ കൃശരൂപനായി. കുഞ്ഞായിട്ട് ഹനുമാന് വലുതാവാനും ചെറുതാവാനും പറ്റും. ആരും കാണാതിരിക്കാൻ കൃശരൂപനായി നിർജ്ജനദേശയെ കടപ്പന നോർത്തവൻ. ജനങ്ങളില്ലാത്ത സ്ഥലത്തുകൂടി കടക്കണാരും കാണാതിരിക്കാൻ. നിജ മനസ്സിൽ നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരിപുരം ഗമിച്ചിടിനാൻ. അങ്ങനെ രാജധാനിയിലേക്ക് ഗമിച്ചു കയറി. പ്രകൃതി ചപലനും അധിക ചപല അചലം മഹൽ പ്രകൃതി ചപലനും അധിക ചപലം അചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ച് അവന് മകൾ അടിമലരും അകതളിലിൽ ഓർത്തുകൊണ്ട് അഞ്ജന നന്ദന അഞ്ജസ നിർഭയം. അങ്ങനെ നിർഭയമായിട്ട് തന്നെ അതൊക്കെ നടത്തി. പ്രാകാരമൊക്കെ മുറിച്ച് ആകാരം അങ്ങനെ കയറി. ഇനി ലങ്കാലക്ഷ്മി മോക്ഷമാണ്. അവിടെ ഒരു ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞ് ഒരു ദേവി അവിടെ ഇനി നിൽക്കും. ഉടൽ കടുകിനോട് സമം ഇടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ. ഒരു കടുകിനോടൊപ്പം ഇച്ചിരിയേ അങ്ങനെ ആയി അയാൾ, ഈ ഹനുമാൻ കുഞ്ഞായി. കടുകിനോട് സമം എന്നിട്ട് ഇടത്തുകാൽ മുമ്പിൽ വെച്ചിട്ട് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. കഠിനതരം അലറിയൊരു രജനി ശരി വേഷമായി കാണായി ദാശു ലങ്കാശ്രീയെയും തഥാ. അത് മലർമങ്കയാണ്, അതും ഒരു ഹനുമാനെ രക്ഷിക്കാനുള്ള ഒരാളാണ്, ഒരു സ്ത്രീയാണ്. പക്ഷെ ഹനുമാൻ ഒന്നും അറിയുന്നില്ല, ഇതെല്ലാം ദേവലോകത്ത് നിന്ന് വിടുന്നതല്ല അവർ, ഓരോ സഹായങ്ങൾ വേണ്ടി അതിന്. അപ്പം ഈ ലങ്കാശ്രീ എന്ത് ചെയ്തു, ഇവിടെ വരുവതിന് പറക എന്ത് മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചി, നിന്റെ ആഗ്രഹം എന്താണ്, നീ എന്താ, നീ ചോരൻ, നീ കള്ളനാണോ, ഇവിടെ വരുന്നത് എന്താ പറക, എന്താ കാരണം? അസുര സൂര നര പശു മൃഗാദി ജന്തുക്കൾ, അസുരന്മാരും ദേവന്മാരും നര മനുഷ്യരും പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ. ഈ ലങ്കാശ്രീ പറയുന്നു, ഞാൻ അറിയാതെ ഇവിടെ ആരും ഇവിടെ വന്നുകൂടാ. ഇത് ഈ പരുഷവചനമോടാണെന്ന് താടിച്ചതൊന്നേറെ ശോഷേണ താടിച്ചു കവീന്ദ്രൻ. അപ്പം എന്താ, ഒരടി കൊടുക്കണമെന്ന് അവിടുന്ന് ബ്രഹ്മലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടതാ. ഈ ഒരടി കൊടുത്ത് ഇത്ര ഇവിടെ എന്താ ഇങ്ങനെ വരാനുള്ള കാരണം ഞാൻ അറിയാതെ എന്തിനു വന്നു, നീ കള്ളനാണോ എന്നും പറഞ്ഞ് ഈ സ്ത്രീ എന്ത് ചെയ്ത് ഒരടി കൊടുത്ത് ഹനുമാൻ പെട്ടെന്ന് തന്നെ ഒരെണ്ണം ഇട്ട് കൊടുത്ത് ഈ സ്ത്രീക്കും. അപ്പോൾ ഈ സ്ത്രീ ഭയക്കണം. അപ്പോൾ ഹനുമാനെ കണ്ട് ഈ അടിയോട് പോരെങ്കിൽ രാത്രി ഇരുട്ടും കൂടെ അല്ലേ, അടികൊണ്ട് ഈ സ്ത്രീ ഭയക്കുന്നെങ്കിൽ അതാണ് അടയാളം, ഒരു ക്ലൂ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഹനുമാനാണെന്നും
ശ്രീരാമൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലൂ കൊടുത്ത് വിട്ടേക്കുന്നത്. ഹനുമാൻ നിന്നെ അടിക്കും, അപ്പം നീ ഭയക്കുമെന്ന് നീ അറിയണം, അപ്പോൾ മനസ്സിലാക്കണം കവിയാണ് വരുന്നതെന്ന്. അതാണ് ഇത് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലർക്ക് മനസ്സിലാവാതെ, ഞാനിത് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളത് എല്ലാം ശരിക്കാവണമെന്നില്ല. എനിക്കാരും പറഞ്ഞു തരുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചെടുക്കുമല്ലേ. അതുകൊണ്ട് അവരെന്ത് ചെയ്ത് ഒന്ന് അടിച്ചപ്പോൾ താടിച്ചത് ഒന്നേറെ രോഷേണ ദേഷിച്ച് തന്നെ കവി എന്ത് ചെയ്ത് ഹനുമാൻ ഈ സ്ത്രീയെ നന്നായിട്ടൊരെണ്ണം കൊടുത്തു. രഘുകുലജ വര സജീവ വാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചതു ചോരയും. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യാം, ചോര ഛർദ്ദിച്ചു. ഹനുമാൻ്റെ അത്രയ്ക്ക് ഊക്കുള്ള അടിയായിരുന്നു. കവി വരനോട് അവളും എഴുന്നേറ്റ് ചൊല്ലിടൻ. അങ്ങനെ അടികൊണ്ട് വീണ് ചോര ഛർദ്ദിച്ചപ്പോൾ ഇവള് പിന്നെ പെട്ടെന്ന് തന്നെ ഈ സ്ത്രീ അല്ല, അവർ ശക്തിപ്പെട്ടവരാണ്. എഴുന്നേറ്റ് എന്ത് പറഞ്ഞു, കണ്ടേനടോ തവ ബാഹുബലം സഖേ, നിനക്കുള്ള കൈകളുടെ ബലം ഞാൻ കണ്ടു സഖേ. ഇതിനു വേണ്ടിയിട്ടാണ്, ഹനുമാൻ്റെ ശക്തി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വിട്ടേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പോൾ അവർക്ക് വൈരാഗ്യം ഉണ്ടാവില്ല. കാരണം ഇതൊരു ക്ലൂ, ഇത് എന്തോ തന്നെ ഒരു അടയാളമാണ്, ഹനുമാനെ മനസ്സിലാക്കാനുള്ള അടയാളമാണ്. അപ്പോൾ ഞാൻ കണ്ടു സഹേ നിന്റെ ബാഹുബലം, വിധി വിഹിതമിതു മമ പുരയോ ധാതാവ് താൻ വീര. പറഞ്ഞത് എന്നോട് ഇത് മുന്നമേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ധാതാവ് ആരാണ്? വിധാതാവ് ബ്രഹ്മാവ്. വിധി വിഹിതമിതു മമ പുരയോ ധാതാവ് മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീര ഹനുമാനെ, വീരനാണ് നീ, പറഞ്ഞത് എന്നോടിത് മുന്നമേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു അടി തരുമെന്ന്. സകല ജഗത് അധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയനൻ അവനിയിൽ അവതരിക്കും ഉൾക്കാരുണ്യമോട് അഷ്ടവിംശതി പര്യയെ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനക നൃപവരനും മകളായ നിജമായയും ജാതയാം പങ്ക്തി മുഖ വിനാശത്തിന്, രാവണൻ്റെ നാശത്തിനായിട്ട് പിന്നെ പ്രാർത്ഥന ദശരഥ നൃപതിയുടെ മകനായിട്ട് വരാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ത്രേതായുഗത്തിൽ ധർമ്മദേവ രക്ഷാർത്ഥമായിട്ട് ജനക നൃപരൻ്റെ മകൾ സീതാദേവിയും ഇതിനു വേണ്ടി ഇങ്ങനെ ഈ രാവണൻ്റെ നാശത്തിന് വേണ്ടി ഇങ്ങനെ വരും. അതെല്ലാം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു നാരായണമൂർത്തി അവതരിക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നു. സരസിരുഹ നയനൻ അടവിയിൽ അഥ തപസ്സിനായി, വനത്തിൽ, അടവി വനം. ഭഗവാൻ സരസിരുഹ നയനൻ ആരാണ്? ശ്രീരാമൻ. തപസ്സിനായി ഭ്രാതൃഭാര്യനായി, അതായത് സഹോദരൻ ലക്ഷ്മണൻ ഭാര്യ സീതയുമായി വാഴും ദശാന്തരി. അങ്ങനെ വാഴുമ്പോൾ ദശവദനൻ അവനി മകളെയും, അവനി ഭൂമി, ദശവദനൻ ആരാണ്? രാവണൻ. അവനി മകളായ സീത അപഹരിച്ചുടൻ. അപ്പം രാവണൻ സീതയെ അപഹരിച്ചുടൻ ദക്ഷിണഭാരതി ബുക്കിരിക്കുന്ന നാള് സപതി രഘുവരനോട് അരുണജന സാജീവ്യവും, അതായത് അങ്ങനെ കൊണ്ടുപോയി മോഷ്ടിച്ചു ഇങ്ങനെ കൊണ്ടുപോയി അവിടെ വസിക്കുന്ന ആള് സപതി രഘുവരനോട് അരുണൻ സൂര്യൻ, അരുണജൻ സുഗ്രീവൻ പുത്രൻ, ആ പുത്രൻ്റെ സാജീവ്യവും സംഭവിക്കും സുഗ്രീവ ശാസനാൽ. സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഇവിടെ ഹനുമാൻ ഇങ്ങനെ ആണ്, ആജ്ഞപ്രകാരം ശാസനാലാണ് ഇവിടെ കവികളെ വിട്ട് ഈ സീതയെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ലങ്കയിലേക്ക് വന്നേക്കുന്നത്. സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ ഇത് ഈ സ്ത്രീ അടിയും കൊണ്ട് ചോര ഹറിച്ചിട്ട് ഇത് അറിഞ്ഞ വിവരം ഹനുമാനോട് പറയുവാണ്. ഇതെല്ലാം ഞാനിങ്ങനെ സകല ദിശി കവികൾ നാനാ വഴിക്കും വിട്ടു, ആരുടെ ആജ്ഞപ്രകാരം സുഗ്രീവൻ്റെ തിരയാൻ വേണ്ടി നടക്കുന്നതിൽ സന്നദ്ധനായി വരും ഏകൻ തവാന്തികെ. അത് ഈ സ്ത്രീ, ഈ ലങ്ക മലർമങ്ക എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇപ്പം അടിച്ചെന്ന് പറഞ്ഞില്ലേ, അവരുടെ മുന്നിൽ സന്നദ്ധനായി വരും ഒരുത്തൻ, ഏകൻ. ആരാ? ഹനുമാൻ. തവാന്തിക. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരുത്തൻ വരുന്നത് ആരെന്ന് അറിയണേ അടി കൊടുക്കുന്നത്. ആദ്യമേ നീ ഒന്ന് അടിക്കുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കുമ്പോൾ നീ ഭയക്കുന്നെങ്കിൽ ആരാണ്? അത് ഹനുമാനാണെന്ന് മനസ്സിലാക്കിക്കോണം. അതാണ് സന്നദ്ധനായി വരും ഏകൻ തവാന്തിക, അങ്ങയുടെ അടുത്തേക്ക് വരും. കലഹം അവനോട് ജഡതി തുടരും. അവളെത്തെ പെട്ടെന്ന് തന്നെ നീ എന്തിനാ ഇവിടെ വന്നത്? നീ ആരാ? കള്ളനാണോ നീ? ഇവിടെ ഞാൻ അറിയാതെ ഇവിടെ ആർക്കും വരാൻ, പശുവിനോ നരനോ സുരനോ അസുരനോ ഒന്നും വരാൻ പാടില്ല എന്ന് തർക്കിച്ചുകൊണ്ടാണല്ലോ ഒരു അടി കൊടുത്തത്. അതാണ് കലഹം. അങ്ങനെ ചെയ്യുമ്പോൾ ചടുതി തുടരും. അളവ് എത്രയും കാതരയായി വരും. അപ്പോൾ നീ ഭയക്കും. അങ്ങനെ ഭയക്കുന്ന സമയം, കാരണം ഹനുമാനും ഒരു അടി കൊടുത്തപ്പോൾ ഭയന്നുണ്ടല്ലോ, ആ ഭയമാണ് ഇതിന് അടയാളം. അല്ല സാധാരണ ചിലർക്ക് അടിക്ക് അത്ര കഴിയുമ്പോൾ ഒറ്റ അടിയിൽ ചോര ഛർദ്ദിച്ച് അവിടെ വീണ്
കാതരയായി വരും നീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാക്കണം. രണനിപുണനോട് ഭവതി താടനവും കൊണ്ട് രാമദൂതന് നൽകണം അനുജ്ഞയും. ഈ അടിയും കൊണ്ട് എന്ത് വേണം? രണനിപുണനോട് ഈ ഈ യുദ്ധത്തിന് സാമർഥ്യമാക്കുന്ന ഈ ഹനുമാനോട് താടനം ചെയ്ത് നിന്നെ അടിച്ചപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായി രണനിപുണനാണെന്ന്, അടിക്കാൻ നല്ല സാമർഥ്യക്കാരനാണെന്ന് നിനക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? രാമദൂതനാണെന്ന് മനസ്സിലാക്കിയിട്ട് നൽകണം അനുജ്ഞ, അനുവാദം കൊടുക്കണം കയറിപ്പോകാൻ. ഇതാണ് ലക്ഷണം. ഇത് നമ്മൾ ഊഹിച്ച് പറയുന്നതാണ് മക്കളെ, ശരിക്കും ശരിയാണെന്നില്ല. എനിക്ക് ഇത് നമ്മൾ സ്വന്തമായി ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണ്. അത് ഭഗവാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന. നമുക്ക് എന്താണ് അറിവുള്ളതനുസരിച്ച് ചെയ്താൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലാതെ ഇത് തെറ്റോ ശരിയെന്ന് ഞാൻ ചിന്തിക്കാറില്ല. എൻ്റെ മനസ്സിൽ എന്താ തോന്നുക അത് ഭഗവാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഒരു കവിയോട് ഒരു ദിവസം അടി ചടുതി കൊള്ളുവിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകയെന്ന് വിരിഞ്ചനും ധാതാവ് ബ്രഹ്മാവ് പറഞ്ഞു. ഒരു കവി, ഒരു ഹനുമാൻ കവി കുരങ്ങനാണ്, ഒരു ദിവസം അടി പെട്ടെന്ന് ചടുതി കൊള്ളുകയിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക എന്ന് വിരിഞ്ച, നീ അടി വാങ്ങിക്കൊള്ളണം. കരുണയോട് ഗത കപടമായി നിയോഗിക്കാൽ കാത്തിരുന്നേൻ ഇവിടം പലകാലവും. രഘുപതിയോട് ഇനി ഒരിടരൊഴികെ നടകൊള്ളുക, നീ ലങ്കയും നിന്നാൽ ജിതയായി നിന്നടോ. അതുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു, നീ ജയിച്ചു, നീ ജയിച്ചിരിക്കുന്നു. രഘുപതിയോട് ഇനി ഒരു ഇടരൊഴികെ നടകൊള്ളുക, നീ ലങ്കയും നിന്നാൽ നീ ലങ്കയെ തോൽപ്പിച്ച് നീ ജയിച്ചിരിക്കുന്നു. നിഖില നിശിചര കുലപതിക്ക് മരണവും നിശ്ചയം ഏറ്റവും അടുത്തു ചമഞ്ഞു. അവന് രാവണന് മരണം പെട്ടെന്ന് തന്നെ ഉണ്ട്. ഭഗവത് അനുചര ഭവത് ഭാഗ്യം ഭവാനിനെ പാരാതെ ചെന്ന് കണ്ടിട ദേവിയെ. അത് ഭഗവതിൻ്റെ അനുചരനായിരിക്കുന്ന ഹനുമാനെ, ഭവത് നിനക്ക് ഭാഗ്യം, ഭവാനിനി ചെന്ന് എന്ത് പെട്ടെന്ന് തന്നെ ചെന്ന് സീതയെ കണ്ടുകൊള്ളുക. ത്രിദശകുല രിപു ദശമുഖ അന്തപുര വരെ ദിവ്യലീലാവനെ പാദസങ്കുലെ നവകുസുമഫല സഹിത വിടപി യുധ ശിംശപ നാമവൃക്ഷത്തിന് ചുവട്ടിൽ അതിശുച. അത് ദേവി എവിടെ ഇരിക്കുന്നത്? ഒരു ശിംശപ, എന്തൊരു പേരാത്? അശോക വൃക്ഷമാണെന്ന് തോന്നുന്നു. ശിംശപ നാമവൃക്ഷത്തിന് ചുവട്ടിൽ അതിശുച ജാനകി. നിശിചരികൾ നടുവിൽ അഴലോട് മരുവിടുന്നതോ. ഈ രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ അഴലോട് വിഷമിച്ച്, അഴലോട് വെച്ചാൽ അത്ര ദുഃഖപ്പെട്ട് മരുവിടുന്നടോ സീത. നിർമ്മലഗാത്രിയ ജാനകി സന്തത, എപ്പോഴും നിർമ്മലഗാത്രിയായ സീത എപ്പോഴും വിഷമിച്ച് ദുഃഖിച്ച് ഈ ശിംശപ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്നു. തുരിതം അവൾ ചരിതം ഉടൻ അവനോട് അറിയിക്കുക. ഈ കാര്യം പെട്ടെന്ന് തന്നെ ശ്രീരാമനെ പോയി അറിയിക്കണം. അമ്പുതിയും കടന്ന് അമ്പരാന്തേ ഭവാൻ. ഇനിയും തിരിച്ച് ഈ അമ്പുതി കടക്കണ അമ്പരാന്തേ ആകാശമാർഗം പറഞ്ഞിങ്ങനെ പോകണം ഭവാൻ. അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാം അസ്തുതേ സ്വസ്തിരത്യുത്തമോ ഉത്തം സമേ. അതായത് ഉത്തമന്മാരുടെ ശിരോ അലങ്കാരമായി നിനക്ക് മംഗളം ഭവിക്കട്ടെ ഹനുമാനോട് പറഞ്ഞു. അത് നല്ല ഒരു ദേവിയാണ്. ലഘുമധുര വചനമെതി ചൊല്ലി മറഞ്ഞിതു. ലങ്കയിൽ നിന്നും വാങ്ങി മലർമങ്കയും വാങ്ങി എന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞിട്ട് മലർമങ്കയാക്കുന്ന ഈ ദേവി, ഈ സ്ത്രീ ലക്ഷ്മിയാണ്. അത് വിടവാങ്ങിപ്പോയി. ഇതൊക്കെ അനുഗ്രഹം കൊടുത്ത് അനുവാദം കൊടുത്തിട്ട് പെട്ടെന്ന് സീതയെ പോയി കണ്ടുകൊള്ളൂ, വൃക്ഷച്ചുവട്ടിലാണ് ഇരിക്കുന്നത്, വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് ശ്രീരാമനടുക്കൽ പോയി വിവരങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് അനുഗ്രഹം നിനക്ക് ഉത്തമന്മാർക്കും ശിരോ അലങ്കാരമായിരിക്കും നിനക്ക് മംഗളം ഭവിക്കട്ടെ. അത്ര ഉത്തമനാണ് ഹനുമാൻ. അങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ട് അവർ പോയി, ദേവലോകത്തേക്ക് പോയി. സീതാ ദർശനം. ഇനി ഹനുമാൻ സീതയെ കാണുന്നതാണ്. ഉദകതിഥി നടുവിൽ മരുവും ത്രികൂട അദ്രിമേൽ ഉല്ലംഘിതേ ഭ്രൗ പവനാത്മജന്മന. ഉദകതിഥി നടുവിൽ മരുവും ത്രികുടാ അദ്രിമേൽ ഉല്ലംഘിതേ ഭ്രൗ പവനാത്മജന്മന. അതായത് സമുദ്രം കടന്നപ്പോൾ പവനാത്മജന്മന ഹനുമാൻ അവിടേക്ക് ത്രികുടാദ്രിമേൽ ഉല്ലംഘിതേ ഭ്രൗ, അവിടെ സമുദ്രം കടന്നു ചെന്ന് ജനക നരപതി വര മകൾക്കും ദശാസ്യനം ചെമ്മേ വിറച്ചതു വാമഭാഗം തുലോ. അപ്പോഴത്തേക്ക് അവിടെ ദുർനിമിത്തങ്ങളൊക്കെ വരുന്നുണ്ട്. ഹനുമാൻ ചെന്നെത്തിയില്ല. അനുമ്പേ
എന്തോ അയാളുടെ പേര്, രാവണന് വാമഭാഗമൊക്കെ വിറച്ചു തുടങ്ങി. ചിലർക്ക് തുടിക്കും, ഇടതുവശം തുടിക്കുന്നോ വലത്തുവശം തുടിക്കുന്നപ്പോൾ ഇന്നൊക്കെ ദോഷങ്ങളാണെന്ന് പറയാം. അതുപോലെ അയാൾക്ക് വാമഭാഗം വിറച്ചു. ജനക നരപതി ദുഹൃത് വരന് ദക്ഷാംഗവും ജാതരന്നാകിൽ വരും സുഖദുഃഖവും തതനു കവികുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ, കുഞ്ഞു ശരീരനായിട്ട് രാത്രിയിൽ അവിടെ ചെന്നു. ഉദിത രവി കിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടം ഒഴിയാതെ, എല്ലായിടം തിരക്കി ഒരിടം ഒഴിയാതെ തിരയുവാണ്. ദശവദനമണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പിടം എന്നോർത്ത് മാരുതി. ദശവദനമണിയുടെ അതായത് ഈ രാവണൻ വസിക്കുന്ന നിലയത്തിലെ മുറിയിൽ എവിടെയെങ്കിലും ആണെന്ന് കരുതി അവിടെയൊക്കെ നോക്കി. പക്ഷേ അവർ മറന്നുപോയി. മലർമങ്ക പറഞ്ഞു ശിംശബ വൃക്ഷ ചുവട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ഹനുമാൻ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു, മറന്നുപോയി. അതിന് അദ്ദേഹം മറ്റെല്ലടവും അങ്ങ് നോക്കുക. വിഷമമല്ലേ, രാത്രിയും കൂടെ അല്ലേ. ദശവദനമണി നിലയമായിരിക്കും മമ ദേവി ഇരിപ്പിടം എന്നോർത്ത് മാരുതി. കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാ വചനമോർത്തിയിടിനാർ. അങ്ങനെ എല്ലാം തിരട്ട് പിന്നെ ലങ്കയിൽ വന്നപ്പോൾ ഈ വചനം ഓർത്ത്, ഈ മലർമങ്ക പറഞ്ഞ വാക്ക് ഓർത്ത്. ഉടമയോട് അസുരപുരി കനിവിനോട് ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അത് അവിടെ മൊത്തം വൃക്ഷങ്ങളല്ലേ, ഒരുപാട് അശോക വൃക്ഷങ്ങളല്ലേ. അപ്പം ഒരു വൃക്ഷച്ചുവട്ടിലെന്ന് പറഞ്ഞാലും എല്ലായിടവും നോക്കിയല്ലോ. ആദ്യം ഈ മണിമന്ദിരത്തിലൊക്കെ നോക്കും, കാരണം സീതയെ കൊണ്ട് എന്തായാലും വെളി കളവില്ല, അകത്തങ്ങനെ ആവുന്ന വലിയ വലിയ മാളികളിലെല്ലാം നോക്കി. പിന്നെ ഓർത്തത് മലർമങ്ക പറഞ്ഞല്ലോ വൃക്ഷച്ചുവട്ടിലാണ്, പക്ഷെ അത് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അവിടെ എല്ലാം രാത്രിയല്ലേ, തിരഞ്ഞുപിടിക്കാൻ വലിയ പാടല്ലേ. അവിടെ ഉടമയോട് അസുരപുരി കനിവിനോട് ചൊല്ലിയോർ ഉദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. വൃക്ഷച്ചുവട്ടിലെന്ന് പറയുമ്പോൾ പിന്നെ ഉദ്യാനങ്ങളിലൊക്കെ പോയി തിരക്കി. ഉപവനവും അമൃതസമ സലിലയുധ വാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധു ദിക്പാല മന്ദിരം ധൃകൃതമായി വരും. അത് കണ്ടാലോ ദിക്പാലന്മാരുടെ മന്ദിരവും എന്തുവരും, നിന്ദ്യമായി തോന്നും. അത്രയ്ക്ക് സൗന്ദര്യമുള്ള മനോഹരമാണ് ഇവരുടെ ഈ കൊട്ടാരം, ഈ രാവണൻ്റെ ഇത്. കനകമണി രചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ, അവിടെ എങ്ങും കാണുന്നില്ല. നോക്കി കുസുമചയ സുരഭിയോട് പവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി. അതായത് വിവിധ പുഷ്പങ്ങളുടെ സൗരഭ്യം കുസുമചയ സുരഭിയോട് പവന് കാറ്റ് അതിഗൂഢമായി രഹസ്യമായിട്ട് കാറ്റ് എന്ത് മണവും എല്ലാം കൂടെ കൊണ്ടുവന്ന് തടഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഹനുമാൻ മാരുതിയുടെ പുത്രനും കൂടെ വായുദേവനും അപ്പം സഹായിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുഷ്പങ്ങളുടെ മണത്തോട് കാറ്റിങ്ങനെ കൂടെ തട്ടി ഈ ഹനുമാനെ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി, ഈ സീത ഇരിക്കണത്തേക്ക്. ഉപവനവും തരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശഭാവൃക്ഷവും അത് നികടം അഖില ജഗദീശ്വരി തന്നെയും ആശു കാട്ടിക്കൊടുത്തിടിനാൻ. അങ്ങനെ വായു ഭഗവാൻ കാട്ടിക്കൊടുത്തു. തടഞ്ഞ് കാറ്റോട് ചേർന്ന് പുഷ്പങ്ങളുടെ മണവും എല്ലാം കൂടി ഇങ്ങനെ തടഞ്ഞ് ഈ ഹനുമാനെ വായുദേവൻ അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തു. മലിനതര ചിഗുര വസനം പൂണ്ട് ദീനയായ മൈഥിലി താൻ കൃഷകാത്രിയായ അത്രമാത്രം വസ്ത്രങ്ങളുണ്ടോ ഉടുക്കാൻ, ഇട്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അത് മലിനം അഴുക്കൊക്കെ ആയിട്ട് തറയിൽ കിടന്ന് ഉരുണ്ടും കരഞ്ഞും കണ്ണീരൊഴുക്കിയും ഇങ്ങനെ കൃഷഗാത്രയായി ഒന്നും കഴിക്കാതെയും വിഷമിച്ചും ക്ഷീണിച്ചിരിക്കുന്ന ഭയവിവശം അവനിൽ ഉരുണ്ടും സദാഹൃതി ഭർത്താവ് തന്നെ നനച്ച അലം നയന ജല അനവരത ഒഴുകി ഭർത്താവിൻ്റെ നാമത്തെ രാമരാമത് ജപിക്കുകയും നിശിചരികൾ നടുവിൽ അഴലോട് മരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. ഹനുമാൻ അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലാണ് നിശാചരികളുടെ നടുവിൽ, ഈ രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ അഴലോട് വിഷമിച്ച് ഈശ്വരി സീത ഇങ്ങനെ കഴിയുക. എങ്ങനെ രാമരാമേതി ജപിച്ച് പിന്നെ അനല നയനം ജലം കണ്ണുനീരൊഴുകി നാമം, അത് ശ്രീരാമൻ്റെ നാമവും പറഞ്ഞ് ഭർത്താവിൻ്റെ പേരെന്താ രാമൻ, രാമരാമാന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് ഉരുണ്ട് നിലവിളിച്ചും കൃഷകാത്തിന് നൈസായി ശരീരമെല്ലാം ഉണങ്ങിപ്പോയി. പിന്നെയോ ഇത് എന്താ പറയുക, വസ്ത്രങ്ങളെല്ലാം അഴുക്ക് പിടിച്ചു. അങ്ങനെ മാരുതി കണ്ടു, നിത്യസ്വരൂപിനെ കണ്ടു മാരുതി. വിടഭീവര ശിരസി നിബിട സദാ അന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടാൻ. അതങ്ങനെ വിസ്മയിച്ചിരുന്നത് അങ്ങനെ ഒരു വിസ്മയം കണ്ട സന്തോഷം, എന്നാലും ഒളിച്ചു മറഞ്ഞു. കാരണം പെട്ടെന്ന് രാത്രി കണ്ട് ഭയന്നു പോകത്തില്ലയോ,
സീത. അത് ഹനുമാന്റെ വേഷം എന്തുമായാലും ഒരു പുതിയ ഒരാളിനെ ഒരു മനുഷ്യരൂപത്തിലായാലും ഹനുമാന് അങ്ങനെ ആകാം. എന്നാലും രാത്രിയല്ലേ, അതുകൊണ്ട് ഇദ്ദേഹം മറഞ്ഞു പതുക്കെ ഒരു കുഞ്ഞു പുഴുവായിട്ട് ഒരു വൃക്ഷത്തിന്റെ ഇലയിലും കൊണ്ട് പമ്മി ഇരിക്കുക. വിടബി വര ശിരസി നിബിടച്ചതാ അന്തർഗതൻ, വിസ്മയം പൂണ്ട് മറഞ്ഞിരുന്നിടിനാൻ. ദിവസകരകുലപതി രഘുത്തമൻ തന്നെ ദേവിയ സീതയെ കണ്ടു കപിവരൻ. കമലമകളാഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ. കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മി, ഞാൻ കണ്ടപ്പോൾ ഞാൻ ധന്യനായി, ഞാൻ ധന്യനെന്ന്. കാരണം അദ്ദേഹം അത്രമാത്രം കൃതാർത്ഥനായി എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷം. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടല്ലേ അവിടുത്തെ വരെ എത്തുന്ന കാര്യം. ആരാലും സാധ്യമാണോ ഹനുമാനല്ലാതെ? അതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി, കാരണം കണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു. എന്തിയേ ഇവിടെ കിടക്കുന്നത്? കണ്ടേൻ തന്നുടൽ, ദേവിയുടെ ശരീരം, ദേവിയെ കണ്ടല്ലോ. കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയേ സാധിച്ചിരുന്നു. ഞാൻ എനിക്ക് ഒരു വിഷമവും കൂടാതെ ദീനത എന്നിയേ ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചല്ലോ. ശ്രീരാമ ഭഗവാന്റെ കാര്യം എനിക്ക് ഇത്ര കിട്ടിയല്ലോ, കാണാൻ പറ്റിയല്ലോ. ഇനി രാവണന്റെ പുറപ്പാടാണ്. ഇനി ഉടനെ രാവണൻ അവിടെയൊക്കെ ഒരു അനക്കം തട്ടി ഇറങ്ങും. ഇതി പലവും അകതളിരിൽ ഓർത്ത് കപിവരൻ ഇത്തിരി നേരമിരിക്കും ദശാന്തരെ. ഇങ്ങനെ ഇതെല്ലാം ഓർത്തോർത്ത് ഇങ്ങനെ വിഷമിച്ചും, എന്ത് വിഷമം, രാത്രിയാണ്, സീതയെ എങ്ങനെ തങ്ങളെ കണ്ടുമുട്ടി സംസാരിക്കുന്നതൊക്കെ പാടല്ലേ, ഒത്തോണം ആരും കാണാൻ വേണ്ട അവിടെ നിശാചരി സ്ത്രീകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഓർത്തോർത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് വരുന്നു, അസുരകുലവര നിലയനത്തിൽ പുറത്തുനിന്ന് ആശ ചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. ശബ്ദങ്ങളുണ്ടായി. ഈ എന്തല്ല പേര്, രാവണന്റെ നിലയനത്തിൽ ഭവനത്തിൽ നിന്ന് എന്തൊക്കെയോ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നു. കിമിതമിതി സപതി കിസലയ ചയ നിലീനനായി കീടവദേഹം മറച്ചു മരുവിനാൻ. അപ്പോഴെന്ത് പെട്ടെന്ന് ഇങ്ങാര് ഈ ഹനുമാൻ ഒരു പുഴുവിൻ്റെ കീടവദേഹം, ഒരു 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 പുഴുവിനെ പോലെ ശരീരം മറച്ച് ഒരു ഇലയിലൊക്കെ ഇരിക്കാമല്ലോ, അപ്പോൾ ആരും കാണത്തില്ലല്ലേ. എന്താ സൗണ്ട് കേട്ട് ഈ രാവണന്റെ തട്ടക്കോ മുട്ടൊക്കെ കഥ തുറക്കുകയോ എന്തെങ്കിലും അനക്കങ്ങൾ കേട്ടപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്ത് മറച്ചു പിടിച്ചു, ഒരു പുഴുവായി ഇരുന്നു. വിബുധ കുലരിപു ദശമുഖൻ വരവെത്രയും അന്ത അയാൾ ഇങ്ങോട്ട് വരുക, സീത അടുക്കലിട്ട് വരുക. അയാൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടു, ഇങ്ങനെയൊക്കെ സീതയെ വശപ്പെടുത്തണ്ടേ, പറഞ്ഞു മയക്കണ്ടേ, അതിനുവേണ്ടി വിഭുത കുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോട് കണ്ടു കപികുഞ്ചരൻ. അയാൾ വരുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പുഴുവാണെങ്കിലൊക്കെ കാണാമല്ലോ. അസുരസുര നിശുചര അങ്കന വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാര വേഷവും ദശവദനൻ അനവരതം അകതളിരിലുണ്ട് തൻ ദേഹനാശം ഭവിക്കുന്നത് ഈശ്വര. അവനിങ്ങനെ എന്നാ ഇനിയിപ്പോൾ ഇതൊക്കെ പറ്റുന്ന, അവനിങ്ങനെ കൊണ്ടുവച്ചാൽ മതിയോ, സീതയെ വശപ്പെടുത്തണ്ടേ. അതുകൊണ്ട് സകല ജഗത് അധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ നിശിത തര ശര സകലിത അങ്കന കേവലേ നിർമ്മലനായ ഭഗവൽ പദാംബുജേ വരദനാജനാമരു അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യം എനിക്കെന്ന് കിട്ടുന്നു. അതിനുബദ സമയം ഇതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ. അതിന് ഒരു പരിഭവം ഒടുഴറി വന്നീലവൻ വിനാശകാലം നമുക്ക് ആഗതം. ശിരസീമമ ലിഖിതമിക മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം. കമലജനും അറിയരുത് കരുത് അളവേതുമേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മതം. സതതം അകതളിരിൽ ഇവ കരുതി രഘുനാഥനെ സ്വാത്മന ചിന്തിച്ചിരിക്കവേ കവികൾ പുലവരൻ അവിടെ ആശ ചെല്ലും മുമ്പേ. അപ്പോൾ ഈ ഹനുമാൻ ഇവിടെ ചെല്ലുന്നതിന് മുമ്പേ ഇവൻ ഇതെല്ലാം സ്വപ്നം കാണുക. ഈ രാവണൻ ഇവിടെ എന്താണ് നടക്കുന്നത്, ഹനുമാൻ ചെല്ലുന്നതും പുഴുവായിട്ട് എന്തെല്ലാം ആണോ അതൊക്കെ രാവണൻ സ്വപ്നം കാണുന്നുണ്ട്. കവികൾ പുലവരൻ ഇവിടെ ആശ ചെല്ലും മുമ്പേ കണ്ടതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. ഈ കുരങ്ങൻ ഹനുമാനോടെ ചെന്ന് എങ്ങനെ വന്നു അതുപോലെല്ലാം അയാൾ കണ്ടു. രഘുജനകതിലക വചനേന രാത്രവ് വരും, അതായത് രാത്രിയിലാണ് വരുന്നതെന്നും. കച്ചിൽ കവിവരൻ കാമരൂപാന്വിതൻ കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരന കൃമി കുഞ്ഞ് പുഴുവായിട്ട് കൃശ സൂക്ഷ്മ ശരീരനായ ക്ലിസ്നം പുരവര അന്വേഷ നിശ്ചലം. ഇങ്ങനെ അന്വേഷിച്ച് വരുന്നതായിട്ട് ഈ കുഞ്ഞ് കീട ഒരു പുഴു പോലെ ഇതൊക്കെ അയാൾ ഇതെല്ലാം കാണുന്നു. തരുനികര കാണുന്നതിന് കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹം അവിടെ ചെല്ലുന്ന
രാവണൻ അറിയുന്നില്ലോ ഇതൊക്കെ കണ്ടിട്ട് അയാൾ തട്ടിമുട്ടൊക്കെ ചെയ്യുന്നത്. തരുന്നികര വര ശിരസി വന്നിരുന്ന ആദരാൽ താർമകൾ തന്നെയും കണ്ട് രാമോ ദന്തം. ആ ഒരു കവി ഇങ്ങനെ വന്ന് കണ്ടിട്ട് താരാർമകൾ ഈ സീതയെ കണ്ടിട്ട് രാമോദന്തം ശ്രീരാമൻ്റെ വാക്കുകളൊക്കെ അഖിലം അവളോട് ബെത പറഞ്ഞ് അടയാളവും ഒക്കെ കൊടുത്തു. ഈ ഹനുമാൻ എന്താ ചെയ്ത് അടയാളങ്ങളും ഇതൊക്കെ അതുപോലെല്ലാം അയാൾ സ്വപ്നം കണ്ടു. പറഞ്ഞ് അടയാളവും ആശ കൊടുത്തുടൻ ആശ്വസിപ്പിച്ച് പോവും. എല്ലാം പറഞ്ഞ് അടയാളങ്ങളും ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുത്ത് മോതിരം ഇവർക്കും കൊടുത്ത് ദേവിയുടെ എന്തോ ഒരെണ്ണം അവിടെയും കൊടുത്തു വിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോയി. ഇതൊക്കെയാണ് അയാൾ സ്വപ്നം കണ്ടത്. അത് പൊഴുതില്ല അവൻ അറിവതിന് ഞാൻ ചെന്ന് കണ്ട ആദി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ. അതുകൊണ്ട് ഇതെല്ലാം കണ്ടപ്പം ചെന്ന് ആദി വളർന്ന് അയാൾ എന്ത് ചെയ്ത് വാങ്മയം കൊണ്ട് ദേവിയുടെ അടുക്കലോട്ട് ചെല്ലുക. ഇനി എന്താ അവരെ അനുനയിപ്പിച്ച് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് രഘുപതിയോട് അത് അവൻ അശേഷം അറിയിച്ച് രാമനും എങ്ങി കോപിച്ചുടനെ വരും. അപ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ചെന്ന് ശ്രീരാമനോട് പറയുമല്ലോ ഇവിടെ അതെല്ലാം ചെന്ന് പറഞ്ഞ് സീതയെ കണ്ട കാര്യങ്ങളും എല്ലാം ചെന്ന് പറഞ്ഞതായിട്ടും അവിടുന്ന് കോപിച്ച് രാമന് ഇങ്ങ് ഉടനെ വരുമെന്നും രണശിരസി സുഖമരണം നിശ്ചിതമായുള്ള രാമശരമേറ്റ് എനിക്ക് വരും ദൃഢം. അങ്ങനെ വരുമ്പോൾ ശ്രീരാമൻ്റെ ശരം കൊണ്ട് ഈ രാവണൻ മരിക്കുമെന്നും ദൃഢം. പരമഗതി വരുവതിന് പരമൊരു ഉപദേശമാം പന്ഥാവിധം അമ്മ പാർക്കുകയില്ലേതുമേ. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളെല്ലാം ഇയാൾ സ്വപ്നം കാണും. നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണും. ശ്രീരാമനെ കണ്ട് വിവരം പറയാൻ പോയില്ല. ഹനുമാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇയാൾ കണ്ടു ഇവിടെ കൃഷ്ണശരനെ വന്നതും ശ്രീരാമൻ്റെ ദന്തം വാക്കുകൾ പറഞ്ഞതും അടയാളം കൊടുത്തതും തിരിച്ചു തലഞ്ഞെന്ന് ശ്രീരാമനെ അറിയിച്ചതും അവിടെ നിന്ന് വന്ന് ശ്രീരാമനെ വധിക്കുന്നതൊക്കെ ഇയാൾ സ്വപ്നം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അത് കിടക്കുന്നതെന്ന്. ശരിക്കും ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പരമഗതി വരുവതിന് പരമൊരു ഉപദേശമാം പന്ഥാ വിതുമമ പാർക്കയിലേതുമേ സൂരനിവഹ അതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്ക് ചില കാലമൊക്കണം. എന്നാൽ ഇത് ചിലപ്പോൾ സ്വപ്നം സത്യമായി വരും, എന്നാൽ ചിലപ്പോൾ അത് ഒക്കാതെ ആകാം. അതാണ് അയാൾ ചിന്തിക്കുന്നത്. സൂരനിവഹ അതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കണമെന്നുണ്ട്, ചിലതൊക്കത്തില്ലെന്നുണ്ട്. നിജ മനസ്സിൽ പലവും ഇതി വിരവോട് നിരൂപിച്ച് നിശ്ചിത്യ നിർഗമിച്ചിടനാൻ രാവണൻ കനകമണി വലയ കടകാംഗത നൂപുര കാഞ്ചിമുഖ ആഭരണ ആരവ അന്തികെ വിവശതര ഹൃദയമോട് കേട്ടു നോക്കും വിധു വിസ്മയമാർ കണ്ടു പുരോഭുവി വിബുധരിവു നിശിചര കുലാധിപൻ തൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും. അതെല്ലാം ആലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന മുമ്പേ ഇവരെ കാര്യം പറഞ്ഞ് അനുനയിപ്പിച്ച് രാവണൻ്റെ ഭാര്യയാക്കാൻ ഈ സ്വപ്നം കണ്ടപ്പം ഇറങ്ങി വരുക, സീത അടുക്കലേക്ക് വരുക. ഇത് ഹനുമാനോട്ടിരുന്ന് കാണും, ഈ പുഴുവായിട്ടിരുന്ന് കാണും. ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ എന്തായാലും ഇങ്ങനെ സംഭവിച്ചാലോ, സ്വപ്നം ചിലപ്പോൾ ഒത്തുവരുമല്ലോ. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ കുട്ടി സീതയെ വശപ്പെടുത്താനായിട്ട് അടുത്തേക്ക് വരുക സീത അടുക്കലേക്ക്. അതുകൊണ്ട് വിഭുത രിപു നിശിചര കുലാധിപൻ ഈ ശത്രു തൻ വരവ് എത്രയും ഭീതയെ വന്നപ്പോൾ സീതയ്ക്ക് ഭയമായി അടുക്കളയ്ക്ക് വരുവാണ്. ഉരസിജവും ഉരു തുടകളാൽ മറച്ച് ആദ്യ കൊണ്ട് ഉത്തമാങ്കം താഴ്ത്തി വേപതുഗാത്രിയായി വിറയ്ക്കുന്ന ശരീരത്തോട് ഇയാൾ അടുക്കലോട്ട് വരുന്ന മറ്റ് സ്ത്രീകളെക്കാളും ഉണ്ട് കാവൽ. എന്നാലും ഇവൻ ഇങ്ങോട്ട് വന്നപ്പോൾ സീതയ്ക്ക് ദേഹമെല്ലാം വിറച്ചിട്ട് നിജ മരണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കുന്ന ദശാന്തരി. അങ്ങനെ അവർ ധ്യാനിച്ചിങ്ങനെ വിഷമിച്ചും വിറച്ചും ഇരിക്കുന്നു. ദശവദനനയുഗ ശര പരവശതയാ സമം ദേവി സമീപേ തൊഴുതിരുന്നിടിനാൻ. അങ്ങനെ അയാൾ എന്താ വന്നേ, ഇവരിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നാൽ ഇയാൾ വന്ന് ദേവിയുടെ തൊഴുത് വന്നിരിക്കുക. തൊഴുത് ഒരു ശരണാഗതി അടഞ്ഞിരിക്കുന്നങ്ങനെ എങ്ങനെയെങ്കിലും സീതയെ അയാൾക്ക് കിട്ടിയാൽ മതി. ഭയപ്പെടുത്താനല്ല, അയാൾ എങ്ങനെയെങ്കിലും സീതയെ വേണം, അതിനുവേണ്ടി തൊഴുത് സമീപേ വന്നിരിക്കുന്നു. രാവണന് ഇച്ഛാഭംഗം, ആ ഇച്ഛയ്ക്ക് ഭംഗം വരുത്തുന്നതാണ്, അവൻ്റെ ആഗ്രഹം നടക്കാത്തതിനാ ഭംഗം. അനുസരണം മധുര രസവചന വിഭവങ്ങളാൽ ഒത്തിരി നല്ല നല്ല വാക്കുകൾ കൊടുക്കും. വിഭവങ്ങൾ വെച്ചാൽ എന്താണ്, സീതയെ അങ്ങനെയില്ലയോ ഇങ്ങനെയില്ല, രാമൻ എന്തിനു കൊള്ളാം, അതാ ഇതൊക്കെ പറഞ്ഞ് അതാണ് വിഭവങ്ങൾ. നല്ല നല്ല സാധാരണ വിവരമില്ലാത്ത മൂഢ നാരികൾക്ക് അത് കേൾക്കാൻ ഇഷ്ടപ്പെടും. സീത ആരാണ്, ദേവി മായാസീതയാണെങ്കിലും സാധാരണ ഒരു സ്ത്രീക്ക് അത് പറ്റിയതല്ലല്ലോ. അതുകൊണ്ട് ഇവൻ എന്ത് പറഞ്ഞാലും സീതയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ട് അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോട് ചൊല്ലിയിടിനാൻ ശൃണു സുമുഖി തവ ശരണ നളിന ദാസോസ്യഹം. ദാസോസ്മ്യഹം, ഞാൻ നിൻ്റെ ദാസനാണ്, നിൻ്റെ ദാസനായിട്ട് ഞാനിവിടെ. അങ്ങനെ ശോഭനശീലയെ പ്രസീതമേ,
നിഖില ജഗദധിപ സുരേഷ ആലോക്യമാ നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. നീ എന്താ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത്? ത്വരിത അതികുതുകമൊടു ഒന്ന് നോക്കിയിടുമാ, എന്നെ ഒന്ന് നോക്കൂ. ത്വൽഗത മാനസൻ എന്നറിയുന്ന എന്നെ നീ, ഞാൻ നിന്റെ നിന്റെ മനസ്സിനെ അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു, അങ്ങനെയാണ് നീ മനസ്സിലാക്കൂ. ഭവതിതവ രമണമഭി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്ക് കാണാൻ ചിലപ്പോഴെ എന്നാൽ നിന്റെ ദശരഥനായിരിക്കുന്ന ശ്രീരാമനെ നിനക്ക് ചിലർക്ക് കാണാൻ ചിലപ്പം കാണാനും പറ്റില്ല. അങ്ങനെയുള്ള ആളല്ലേ ശ്രീരാമൻ. കണ്ടെങ്കിൽ കണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അതാണല്ലോ. പല സമയം അഖില ദിശി നന്നായി തിരകിലും ചിലപ്പോൾ നന്നായി നിന്നെ തിരക്കിയാലും ഭാഗ്യവത അഭി കണ്ടു കിട്ടാവരും. ഭാഗ്യമില്ലെങ്കിൽ കണ്ടു കിട്ടത്തില്ലല്ലോ. എവിടെയാണെന്ന് അറിയില്ല. രാവണൻ എവിടെ കൊണ്ടുവച്ചെന്ന് ശ്രീരാമൻ ആരോട് കണ്ടു കിട്ടാതെയും വരും. സുമുഖി ദശരഥതനേനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്ന് ധരിക്കുന്നു. ദശരഥന ശ്രീരാമനെ കൊണ്ട് നിനക്ക് ഒരു കാര്യവും ഉണ്ടാവത്തില്ല. ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ല. ഓർത്താൽ ഒരു ഗുണമില്ല അവനോമലേ, അവനെ കൊണ്ട് ഒരു ഗുണവുമില്ല നിനക്ക്. സുദൃഢം അനവരതം ഉപഗൂഹനം ചെയ്കിലും സുഭ്രു സുചിര അരികെ വസിക്കലും ഗുണസമുദയ അലിവോട് പുതിക്കലും താല്പര്യം നിന്നിലില്ലേവനും നിന്നിലിൽ അവൻ ഏതുമേ, നിന്നിൽ ഒരു താല്പര്യമില്ല. നിന്റെ കൂടെ വസിച്ചാലും ഗുണസമുദയ അലിവോട് പുതിച്ചാലും താല്പര്യം നിന്നിലില്ല. അവന് ഒട്ടും നിന്നോട് താല്പര്യമില്ല. ശരണം അവൻ ഒരുവരും ഒരിക്കലും ഇല്ലിനി, അവന് ഒരിക്കലും ആരോടും ഒരിതുമില്ല. ശക്തി വിഹീനൻ വരികയുമില്ല. അവൻ ശക്തി ഇല്ലാത്തവരാണ്. അവന് ഒന്നുകൊണ്ട് അവൻ തിരിച്ചിങ്ങോട്ട് വരത്തില്ല. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോ നിർമ്മവൻ. മതരഹിതൻ അറിയരുത് കരുതും ആളവ ആർക്കുമേ മാനഹീനൻ പ്രിയെ പണ്ഡിതമാനവാൻ. അവൻ പണ്ഡിതനാണ്, അവൻ മാനഹീനനാണ് പ്രിയ. അവന് നിന്നുള്ള കരുതലൊന്നുമില്ല. നിഖില വചന നിവ നിഖില നിഖില വനചര നിവഹ മധ്യസ്ഥൻ ഭൃശം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ. അതായത് ആരോടും ഭേദമില്ല, എല്ലാവരും തുല്യമാണ്. നിഷ്കിഞ്ചന പ്രിയനാണ്, അത് ദരിദ്രനെ സ്നേഹിക്കുന്നതാണ്. കാരണം പരമാത്മാവ് ദരിദ്രനല്ലേ കൂടുതൽ സ്നേഹിക്കത്തുള്ളൂ, അഹങ്കാരമുള്ള ഇഷ്ടമല്ലല്ലോ. അതൊക്കെ അവനറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഭേദഹീനാത്മകനാണ്. ആരോടും പ്രത്യേകിച്ചൊരു മമതയൊന്നുമില്ല, എല്ലാവരോടും ഒന്നുപോലെയാണ്. ശോഭചന് ഒരവനി സുരവരനു അവനൊക്കും. അതായത് ചണ്ടാളനായാലും ഒരവനി സുരവരനും അവനൊക്കെ ഒരുപോലെയാണ്. ശ്വാക്കള്, അത് പട്ടിയായാലും ഗോക്കൾ പശുക്കളായാലും ഒരു ഭേദമില്ല. ഇതിന് ഇവർ പശു ആയാലും പട്ടിയായാലും ചണ്ടാളനായാലും നീചനായാലും ആരായാലും ഭേദമില്ല, ഒരുപോലെ. അതുപോലെ തന്നെയാണ് ജാനകി സീതെടുത്തും ഒരുപോലെ. ഒരു പട്ടി എങ്ങനെയാ അതുപോലെ ഉള്ളു, എല്ലാവരോടും ഒരുപോലെ തന്നെയാണ് ശ്രീരാമൻ. ഭവതിയെയും ഒരു ശബര തരുണിയെയും, അതായത് സീതയെയും കാട്ടള യുവതി ആയാലും ആത്മന പാർത്ത് കണ്ടാൽ അവനില്ല ഭേദം പ്രിയെ. രണ്ടുപേരെയും തുല്യമായിട്ട് അതാണല്ലോ സത്യത്തിൽ ആണ്. അയാൾ പറയുന്നത് സത്യമാണ്. ഭഗവാന് എല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്. പരമാത്മാവ് ശ്രീരാമൻ അവതരിച്ചെങ്കിലും അതിലിരിക്കുന്ന ആൾ പരമാത്മാവാണല്ലോ. അപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടികളാകുമ്പോൾ എല്ലാവരും തുല്യമായിട്ടല്ലേ കാണുള്ളൂ. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മന പാർത്ത് കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭവതിയെയും അകത്തള്ളിൽ അവനിക മറന്നിതു. സീതയെ അവൻ്റെ ഉള്ളത്തിൽ മറന്നു. ഭർത്താവിനെ പാർത്തിരുന്നത് ഇനി മതി, ഇനി നീ എന്തിനാ അതിനെ ഓർത്തിരിക്കുന്ന? അദ്ദേഹം നിന്നെ മറന്നു. ത്വയി വിമുഖൻ അവൻ അനിശം അതിന് നഹി സംശയം. ദാസദാസോഹാദ്യ ഭജസ്വമാം. ഞാൻ നിന്റെ ദാസൻ്റെ ദാസന, അത്രമാത്രം നിന്റെ ദാസനായി കഴിഞ്ഞോളാം. ദാസദാസോഹാദ്യ ഭജസ്വമാം. പിന്നെ ഞാൻ നിന്റെ ദാസനാണ്. കരഗത ഒരമലമണി വര ഉടൻ ഉപേക്ഷിച്ച് കാശത്ത് എന്ത് കാംക്ഷിക്കുന്നിതോ മലേ. സുരദിതി ജനു ഭുജക അപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കും മുത. ഇവരെല്ലാം നിന്നെ പരിചരിക്കും. നിന്നെ സുരനും ദിതി ജനുജൻ ഭുജക അപ്സര ഗന്ധർവരെല്ലാം നിന്നെ സുന്ദരി ഇവരെല്ലാം നിന്നെ പരിചരിക്കും. നീ ഇവിടെ റാണിയായി നന്നായി ഇവിടെ കഴിയാം. ഞാൻ നിന്റെ ദാസനായി കഴിയാം. നീയത അതിഭയസഹിത അമിത ബഹുമാനേന നീ പരിഗ്രഹമായി മരുവീടുകിൽ എൻ്റെ ഭാര്യയായി വന്നാൽ. ബഹുമാനേന നിന്നെല്ലാവരും നീയത അതിഭയ സഹിതം അമിത നിന്നെ അമിതമായി എല്ലാവരും ബഹുമാനിക്കും. നീ എൻ്റെ ഭാര്യയായാൽ കളയരുത് സമയമിക ചെറുത് വെറുതെ മമ കാന്തയെ കളത്രമായി വാഴുക. നീ അതുകൊണ്ട് നീ സമയം വാഴുകള, നീ എൻ്റെ കളത്രമായ ഭാര്യയായി വാഴുക. കളമഴികൾ പലരുമിക
ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷ ഗുണമിക മനസ്സി കരുതു പുരുഹൂതനാൽ പൂജന പുണ്യപുമാനെന്നറിയാമാം. ഉണ്ടോ ഇനി സമയം പോയി. സരസ അനുസര സദയമായി തവ വശാനുഗതം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ സരസിരുഹ മുഖി ശരണകമല പതിതോസ്മ്യഹം സന്തതം പാഹിമാം വിവിധമിതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി. ഇത്രയെല്ലാം പറഞ്ഞപ്പം ദേവിക്ക് ദേഷ്യം വന്നു. എന്ത് വന്നു? ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി, ഒരു പുല്ല് പിച്ചി ജാതരോഷം നുള്ളിയിട്ട് ഒറ്റ പിടിച്ചിട്ടിട്ട് അങ്ങോട്ട് പറയുന്നു. കുലതിലകനിൽ അതീവ ഭീത്യാ ഭവാൻ. കുലതിലകൻ അതായത് പിന്നെ സൂര്യകുലാധിപനാണ് ശ്രീരാമൻ. ശ്രീരാമനെ നീ അതീവ ഭീത്യ ഭയം കൊണ്ട് സന്യാസിയായി വന്ന് ഇരുവരും കാണാതെ സഭയമതി വിനയമുട് സുനീവ ഹവിരധ്വരെ സാഹസത്തോട് കട്ട് കൊണ്ടില്ലയോ. നീ രാമനും ലക്ഷ്മണനും ഇറങ്ങിപ്പോയി എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവർ പോയപ്പോൾ നീ ഭയം കൊണ്ട് ശ്രീരാമൻ്റെ അതായത് സൂര്യകുലാധിപനായ ശ്രീരാമനെ ഭയന്നിട്ടില്ലയോ, ഒരു സന്യാസി വേഷത്തിൽ നിന്ന് ഭയന്നിട്ടില്ലയോ കട്ടുകൊണ്ട് എന്നെ കൊണ്ട് പോയത് സാഹസത്തോടുമാ. ദശവദന സുദൃഢം അനുചിതം ഇത് നിനയ്ക്ക. നീ ഇത് മനസ്സിലാക്കൂ, ഇത് ശരിയല്ല ദശവദന. തൽഫലം നീ താൻ അനുഭവിക്കുന്നില്ല, നീ ഇതിൻ്റെ ഫലം അനുഭവിച്ചിരിക്കും. ദശരഥജൻ നിശിത ദശരഥൻ അജ അത് ശ്രീരാമൻ, അജാശ മകൻ ദശരഥൻ്റെ മകൻ. നിശിത ശര ദലിത വപുഷ ഭവാൻ. ശ്രീരാമൻ്റെ അമ്പുകളേറ്റ് പിളർന്ന ശരീരത്തോടെ ഇങ്ങനെ വായ നീ ശ്രീരാമൻ്റെ അമ്പ് കൊണ്ട് നിന്റെ ദേഹം പിളർന്ന് നീ യമലോകത്തേക്ക് പോവാ. ദശരഥജ നിശിത ശര ദലിത വപുഷ ഭവാൻ. ദേഹം വിന യമലോകം പ്രവേശിക്കും. അതുകൊണ്ട് നീ അനുഭവിക്കും. നീ ഇത്രയും ഒരു പുല്ല് എടുത്ത് മുറിച്ച് ദൂരോട്ട് ഇതുപോലെ എനിക്കിത് പുല്ല് പോലെയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് സീത അത് ചെയ്തത്. എന്നിട്ട് നീ ഇങ്ങനെ തുടങ്ങിയാൽ ശ്രീരാമൻ നിന്നെ യമകുലത്തേക്ക് വരും. ശ്രീരാമൻ്റെ അമ്പ് കൊണ്ട് നിന്നെ കീറി മുറിച്ച് നിന്നെ യമലോകത്തേക്ക് പ്രവേശിപ്പിക്കും. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ. രാക്ഷസ രാജ നിനക്ക് തോന്നും ബലാൽ. രഘുജനനം തിലകനൊരു മനുജനിധി മാനസേ. അങ്ങനെയുള്ള യഥാർത്ഥ മനുഷ്യനാണോ? പരമാത്മാവല്ലേ. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കൂ. രാക്ഷസ രാജ നിനക്ക് തോന്നും ബല, നിനക്ക് തോന്നുന്നതാ. ലവണ ജലനിധിയെ രഘുകുല തിലകം അശ്രമം ലംഘനം ചെയ്യും. അതിനുള്ള സമയം ഒരു പെട്ടെന്ന് തന്നെ ഈ സമുദ്രം കടന്ന് ഇവിടെ വരും, ലംഘനം ചെയ്യും. അതിലെ ഒരു സംശയം വേണ്ട, വന്നിരിക്കും. നിന്നെ പിളർന്ന് നിന്നെ യമലോകത്ത് വിടുകയും ചെയ്യും. ലവസമയമോട് നിശിത വിശിക പരിപാതേന ലങ്കയും ഭസ്മമാക്കണം. അരക്ഷണം കൊണ്ട് ഇവിടെ എല്ലാം അല്പസമയം കൊണ്ട് നിന്നെ ഇവിടെ എല്ലാം നശിപ്പിച്ച് ഭസ്മമാക്കും ലങ്ക മൊത്തവും. സഹജ സുത സജീവ ബലപതികളോട് കൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണ്ണയം. നിന്റെ സൈന്യം എല്ലാം നശിച്ചു പോകും. അവനവന നിപുണഭരനവ എനിക്ക് അറിയില്ല. അവനവന നിപുണഭരനവനി ഭരനാശനൻ അദ്യധാതാവ് അപേക്ഷിച്ചത്. കാരണം ബ്രഹ്മാവ് അപേക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ഈ അവനവന നിപുണ അവനി ഭരനാശനൻ ഈ ഭൂമിയിൽ അവതരിച്ചത്. ധാതാവ് അപേക്ഷിച്ചുകൊണ്ടാണ് അവതരണം. അവനി തല അതിലാതി ദയാപരൻ ആശു ചെയ്തിടാൻ നിന്നെ ഒടുക്കുവാൻ വേണ്ടി ഇവിടെ ബ്രഹ്മാവും മറ്റുള്ള അപേക്ഷിച്ച കാരണമാണ് ഇവിടെ അവനിയിൽ ഭൂമിയിൽ വന്നത്. ജനക നൃപവരന് മകളായി പിറന്നതിന് ഞാനും ഇതിനൊരു അതിൻ്റെ കാരണഭൂതയായി ഇവിടെ ജനക മഹാരാജൻ്റെ മകളായി ഇവിടെ പിറന്നതും ഇതിനൊരു കാരണഭൂതയായിട്ടാണ്. അറിയത്തവ മനസ്സിൽ നീ ഇത് മനസ്സിലാക്കൂ. പുനരിന് വിരവിനോട് വന്ന ആശു കൊണ്ടുപോകും. നിന്നെയും കൊന്നവൻ നിന്നെ കൊന്നിട്ട് എന്നെ കൊണ്ടുപോകും. ഇത് മിഥില നൃപതിമകൾ പരുഷവചനങ്ങൾ കേട്ട് ഏറ്റവും ക്രുദ്ധനായൊരു ദശാനൻ ഇങ്ങനെ സീതാദേവി അവനൊത്തു നിൽക്കാതെ ഇത് തിരിച്ചു പറഞ്ഞപ്പോൾ അവന് ദേഷ്യം കൂടിയപ്പോൾ എന്ത് വന്നു? അത് ചപലകരഭുവി കരാളം കരവാൾ ആശ്
ഭൂപുത്രിയെ കൊല്ലുവാൻ ഓങ്ങി. അവൻ്റെ കരത്തിൽ നിന്ന് വാളെടുത്ത് ദേവിയെ വെട്ടാൻ ഓങ്ങി. അതുപൊഴുതിൽ അതികരുണയോട് മയ തനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കുന്ന അവൻ്റെ ഭാര്യ മണ്ടോദരി പെട്ടെന്ന് തന്നെ വാളിക്കയറി പിടിച്ചു. ഒഴികെ ദശവദന ശൃണുമമ വചോ ഭവാൻ, ഒല്ലാതെ കാര്യം ഓരാകെ മൂഢപ്രഭു. അവരും നന്നായി പറഞ്ഞു. ത്യജ മനുജ തരുണിയോ ഒരു ഉടയവരുമെന്നിയ. ഈ കുട്ടിക്ക് ഉടയവരും ഇവിടെ ഇല്ലാതെ ദീനയായി ദുഃഖിച്ച് അതീവ കൃശാങ്കിയായി ഒന്നും കഴിക്കാതെയും വിഷമിച്ചും ദുഃഖിച്ചും ആരോരും ഉടയരില്ലാതെ ഇവിടെ ഇങ്ങനെ കഴിയുന്നു ഈ കുട്ടി ദീനയായിട്ട്. പതിവിരഹ പരവശതയോടും ഇഹ പരാലയെ പാർത്ത് പാതിവൃത്യ ആലംബ്യ രാഘവനെ തന്നെ ചിന്തിച്ച് പാതിവൃത്യത്തോടുകൂടി ഇങ്ങനെ ഇവിടെ കഴിയുന്നു. പതിവിരഹം, ഭർത്താവിനെ വിരഹത്തോടുകൂടി ഇങ്ങനെ വിഷമിച്ച് ഇവിടെ കഴിയുമ്പോൾ നിനക്ക് മൂഢ പ്രഭോ പകലിരവ് നിശിചരികൾ പരുഷവചനം കേട്ട് പാരം വശം കെട്ടിരിക്കുന്നതും ഇവിടുത്തെ രാക്ഷസികളായ പെണ്ണുങ്ങൾ പരുഷവചനം കേട്ട് ഇവൻ പറയും, നിങ്ങൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം, എൻ്റെ ഭാര്യയാക്കാൻ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കൊണ്ട് തുടങ്ങിയതാണല്ലോ ഈ പെണ്ണുങ്ങൾ. ഇത് കേട്ട് പാരം വശം കെട്ടിരിക്കുന്നതാണ് ഈ കുട്ടി. ദുരിതം അതിലധികമിക നഹി ദുർമതേ. ഇനി വേണ്ട, ഇത്രയൊക്കെ മതി, ഈ ദുരിതം വേണ്ട, വേണ്ട ദുർമതേ. ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭു. നിനക്ക് ദുഷ്കീർത്തി ചേരുമോ? നീ രാജാവല്ലേ. സുരധനുജ ദിതി പുജക അപ്സരോ ഗന്ധർവ സുന്ദരി വർഗം നിനക്ക് വശഗതം. നിനക്ക് ഇവരൊക്കെ വശഗതമാണ്. ദുഃഖം അതെ ദശമുഖനും അധിക ജളനാശു മണ്ടോദരി ദാക്ഷിണ്യ വാക്കുകൾ കേട്ട് സലജ്ജനായി. മണ്ടോദരിയുടെ ഭാര്യയുടെയും വാക്കുകളുടെ പോലെ സീതയുടെ മുമ്പിൽ ചൊല്ലി പറയുന്നത് കുറേ സ്ത്രീകളും ഉണ്ടല്ലോ, ഈ നിശാര രാക്ഷസ സ്ത്രീകളും ഉണ്ട്. അതെല്ലാം കേട്ടപ്പോൾ അവന് ലജ്ജ തോന്നി. സലജ്ജനായി നിശിചരികളുടെ സതയം അവന് ഉര ചെയ്തത്. എന്താ പറയുന്നേ അവിടെ പെണ്ണുങ്ങളോട്? നിങ്ങൾ പറഞ്ഞ് വശത്ത് വരുത്തുവിൻ ഭയജനക അനുസരണ വചനങ്ങളും. ഭയജനക, ഈ ഭയന്നിരിക്കുന്ന ജനകയുടെ അനുസരണ വചനങ്ങളും പാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകൾ അകതളിരഴിച്ചെങ്കൽ. ഈ കുട്ടിയുടെ ഉള്ളം മാറ്റിയെടുത്ത് എങ്കലേക്ക് അൻപോട് 2 മാസം പാർപ്പിന്, ഇനിയും 2 മാസം ഞാൻ കാത്തിരിക്കാം, അതിനകം വെച്ച് ഉള്ളത്തിലെ ഈ വെറുപ്പ് മാറ്റി എങ്കലേക്ക് അടുപ്പിക്കണം പെണ്ണുങ്ങളോട് പറഞ്ഞു. നിങ്ങൾ അവനി മകളാ, അത് ഈ ഭൂമിപുത്രിയെ ഉള്ളം അകതളിരഴിച്ച് എങ്കലാക്കുവൻ. ഈ രാവണനെ ഉള്ളത്തിലേക്ക് വശപ്പെടുത്തി അൻപോട് 2 മാസം ഞാൻ സമയം തരുന്നു. ഇത് രജനിചരികളോട് ദശവദനനും പറഞ്ഞ് ഈർഷയോട് അന്തപുരം പൊക്കും. അവൻ ഇത്രയും സ്ത്രീകളോട് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയും വശപ്പെടുത്തി എൻ്റെ അടുക്കേക്ക് എത്തിപ്പിക്കണം എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ വീട്ടിൽ അന്തപുരത്തേക്ക് പോയി. അതികഠിന പരുഷതര വചന ശരമേൽ കയ്യാൽ ആത്മാവ് പേടിച്ചിരുന്നത് സീതയും. അനുചിതം ഇത് അലമല അടങ്ങുവൻ നിങ്ങളെന്ന് അപ്പോൾ ത്രിജടയും ആശുചിലടിനാൾ. ത്രിജട എന്ന് പറഞ്ഞൊരു സ്ത്രീ എന്ത്, ഇത് ഉചിതമല്ല, നിങ്ങളൊക്കെ അന്ന് അടങ്ങൂ. ശൃണുവചനമിത് മമ നിശാചര സ്ത്രീകളെ, ഈ വചനം എൻ്റെ വചനം നിങ്ങൾ കേൾക്കൂ. നിശാചര സ്ത്രീകളെ, ശീലാവതിയെ നമസ്കരിച്ചിടുവൻ. നിങ്ങൾ ഇവരെ നമസ്കരിക്കൂ. സുഖരഹിത ഹൃദയമോട് ഉറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നം ആഹന്ത കണ്ടേനി നിദാനീ ദൃഢം. അഖില അധിപനഭിരാമനാം രാമനും ഐരാവതോ ഉപരി ലക്ഷ്മണവീരനും ശരനികരപരി പതന ദഹന ഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ചാശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനോട് മടിയിൽ വെച്ച് ആദരാൽ മാനിച്ചു ചെന്ന് അയോധ്യാപുരം മേവിനാൻ. അവൻ സ്വപ്നം കണ്ടതാണ് അതൊക്കെ. കുലിശധര റിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലെ തിലരസവും ഉടൽ മുഴുവൻ അലിവിനോടണിഞ്ഞുടൻ ധൃത്വ നളതമാലൻ നിജമൂർധനി നിജ സഹജ സജീവ സുത സൈന്യ സമേതനായി നിർമ്മഗ്നായി കണ്ടു വിസ്മയം തേടിനേൻ. ഇവൻ സ്വപ്നം കണ്ട് ഗോമയം ചാണകക്കുഴിയിൽ ചെന്ന് വീണതായിട്ട് തിലസരം അവൻ്റെ ഉടലെല്ലാം അലിവോട് ഈ ചാണകമൊക്കെ ആയി ധൃത്വ നളതമാലൻ നിജ മൂർധനി നിജ സഹജ സജീവ സുത സൈന്യ സമേത. ഇതെല്ലാം അർത്ഥമൊന്നും പറയാൻ നമുക്ക് അറിയില്ല, നമുക്കിതെല്ലാം സംസ്കൃത പദങ്ങളാക്കളെ. അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞെന്ന് എനിക്ക് ചിരിയും. ഇത് കേൾക്കുന്ന മക്കളെ നിങ്ങളെയാണ് അടിക്കാൻ. അമ്മ ഇങ്ങനെ നിങ്ങളൊന്ന് പറയാതിരി അമ്മയെന്നൊന്നും പറയണ്ടേ, ഞാൻ നിർത്തത്തില്ല. അത് മതി അമ്മേ, ഇത് മതി അമ്മേ. എനിക്കറിയില്ല ഈ പിള്ളേരുടെ ഒരു കാര്യം. ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് അമൃത, എന്ത് ചെയ്യാനാ? ഇതൊക്കെ തെറ്റാ മക്കളെ ഞാൻ ഈ പറയുന്നേ. കുറച്ചൊക്കെ ഒക്കും, കാരണം അർത്ഥം ഇതിൻ്റെ ഒന്നും പറയാൻ പറ്റത്തില്ല. പഠിക്കാത്തവർക്ക് എങ്ങനെ സംസ്കൃതം അറിയാൻ പറ്റും? പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു ഊഹം, അത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നു, അത്രേ ഉള്ളൂ.
തിലരസമുടൽ മുഴുവൻ അലിവിനോട് അണിഞ്ഞുടൻ തീർത്തുക നളതമാല്യം നിജമൂർധനി. അതായത് രാമശത്താൻ തീർത്ത മാല ചാണകം നിറഞ്ഞ വലിയ കുഴിൽ ചാടിപ്പോയി. നിജ സഹജ സജീവസുത സൈന്യ സമേതനായി നിർമ്മഗ്നായി കണ്ടു വിസ്മയം തേടിനേ. രജനിചര കുലപതി വിഭീഷൺ ഭക്തനായി രാമപാദാബ്ജം സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവിനിക രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാം. ഇത് സത്യമത്രേ ദൃഢം. ഇതൊന്നും തിരിയത്തില്ല. നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കുന്നോലെന്ന് എനിക്കറിയത്തുമില്ല. എനിക്കില്ല അക്ഷരങ്ങളൊന്നും ശരിക്ക് വരുന്നില്ല. ഒരു ഉഴപ്പക്കമാണ്. അതങ്ങനെ ഇനി പറ്റൂ, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിക്കും അക്ഷര ദൃഢത സ്ഫുടത ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. പക്ഷേ എനിക്ക് ഇപ്പം അതേ പറ്റൂ, അങ്ങനെ നടക്കൂ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രായം ഓർക്കണ്ടേ. കരുണയോട് വയമതിന് കതിപയ ദിനമുത കാത്തുകൊള്ളേണം ഇവളെ നിരാമയം. രജനിചര യുവതികൾ ഇത് ത്രിജട വചോ രീതി കേട്ട അത്ഭുതഭീതി കൂടി. ആ ത്രിജട പറഞ്ഞു, ഇവളെ സൂക്ഷിക്കണേ, രക്ഷിക്കണമേ. അവരൊരു നല്ല സ്ത്രീയാന്ന് തോന്നുന്നു. കാരണം കരുണയോട് വയം അതിന് കതിപയ ദിനമുത, അതായത് കുറച്ച് ദിവസം കാരണം കഷ്ടപ്പെട്ട് കഴിയില്ല. അത് അവർക്ക് സങ്കടം തോന്നി. ശ്രദ്ധിക്കൂ, കാത്തുകൊള്ളണം ഇവളെ നിരാമയം. രജനിചര യുവതി, അത് ഈ രാക്ഷസ സ്ത്രീകൾ ഇത് ത്രിജട വചോ രീതി കേട്ട്. എന്തോ ഇവരിങ്ങനെ പറഞ്ഞ വചോ രീതി കേട്ടപ്പോൾ അത്ഭുത ഭീതി പൂണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് ഭയം പൂണ്ടിട്ട് മനസ്സേ പരവശതയോട് ഉറങ്ങിനാരേ വരും. മനസ്സേ ദുഃഖം കലർന്ന് വൈദേഹിയും. അവരൊക്കെ ഉറങ്ങി, പക്ഷേ സീത എങ്ങനെ ഉറങ്ങാനാ? മനസ്സ് ദുഃഖം കലർന്ന് വൈദേഹിയും. നമുക്ക് ഇതിവിടം വരെ ഉള്ളു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എന്തുവേലും എനിക്ക് കുറച്ച് കുറ്റവും കുറവൊക്കെ കമൻസ് ചെയ്യൂ. അതല്ലേ ഇനി പറ്റൂ. കുറവുള്ളത് കുറവായിട്ട് തന്നെ പറയുക, അറിവുള്ളത് എനിക്കൂടെ പറഞ്ഞു തരിക. നമുക്ക് ഇരുകൂട്ടർക്കും, അതായത് മക്കൾക്കും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാം. അതേ പറയാൻ പറ്റൂ. പഠിക്കാതെ പറയുന്നത് എനിക്ക് പിന്നെ എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്കുള്ള അറിവ് എനിക്കും തരിക, എൻ്റെ അറിവ് അങ്ങോട്ടും തരാം. ഇതിനകത്ത് ഒരുപാട് മക്കൾ കേൾക്കുന്നതൊക്കെ നല്ല അറിവുള്ളവർ കാണും. അവരിത് കുട്ടിനാളിലെ വായിക്കുന്നവരാ. ഞാനത് വായിച്ചിട്ടില്ല, അതിൽ എൻ്റെ കഷ്ടപ്പാട്. ഇതിപ്പം ഒരേ മക്കൾ പറഞ്ഞതനുസരിച്ച് എടുത്ത് വെച്ച് വായിക്കൂലേ. ഞാൻ വിചാരിക്കുക ഇപ്പം എനിക്കിത് പറ്റത്തില്ലെന്ന് ഞാൻ അറിയുന്നു. ഈ ഭാഗങ്ങളൊക്കെ വായിക്കാൻ വലിയ പാടാണ്. പിന്നെ ഇത്രയെങ്കിലൊക്കെ ഇങ്ങനെ ഒപ്പിച്ചത് എന്താ പറയാനാ? ഒന്നും പറയാനില്ല. ഹരി ഓം ഹരി ഓം ഹരി ഓം.